ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാം കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്ന കർത്താവ് നിങ്ങളെല്ലാം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് തൻ്റെ ജീവിത അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. ആ ജീവിതത്തിൻ്റെ അനുഭവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആത്മീകമായ അനുഗ്രഹം, ആത്മീക വർധനവും നൽകി തരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. കർത്താവ് അതിനായി നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ആ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിനായി ജോയ്സ് ടിവിയിലേക്ക് പ്രിയ കർത്താവിൻ്റെ ദാസിയെ ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ആമേൻ. ദേവദാസി, കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവല്ലോ? ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ വളരെയധികം നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. ജീവിതാനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ എങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. ഞങ്ങളുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ അങ്ങയ്ക്ക് നന്ദി കർത്താവേ. അങ്ങയുടെ ഹല്ലേലൂയ വലിയ ശക്തിയെനിക്കുള്ളിലിരുന്നു കൊണ്ട് കർത്താവെ, അങ്ങയുടെ ദാസ്യ ദൈവം നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ സംസാരിപ്പാനുള്ള ദൈവകൃപ എൻ്റെ ദാസിയുടെ മേ ദൈവം പകർന്നു കൊടുത്താട്ട് കേൾവിക്കാർക്ക് അത് ഏറ്റവും അനുഗ്രഹമായി മാറുവാൻ, അങ്ങയുടെ നാമം ഉയർത്തപ്പെടുവാന് കർത്താവ് സഹായിച്ചാട്ട് അങ്ങയുടെ സാന്നിധ്യത്തിൽ ഇരുത്തിയാട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസിയും ദാസിയെ ദൈവം സഹായിക്കട്ടെ. ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഇവിടെ നിന്നാണ് ദൈവദാസി ജോയിൻ ചെയ്തിരിക്കുന്നത്. വീട്ടിൽ ആരൊക്കെ ഉണ്ടോ എന്ന് പരിചയപ്പെടുത്തിയാട്ട്. ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് തൊടുപുഴയിൽ നിന്നാണ്. തൊടുപുഴ ഉടുമ്പന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ എൻ്റെ ജന്മസ്ഥലം എല്ലാം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ്. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ കോന്നിയിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മോളുടെ ജോലിയോടുള്ള ബന്ധത്തില് ഞാൻ തൊടുപുഴ വന്നേക്കുന്നത്. ഓക്കെ, കർത്താവിന്റെ ദാസി, ഇനിയും ഞാനുള്ള സമയം ദേവദാസിക്ക് നൽകി തരികയാണ്. ദേവദാസിക്ക് ജീവിതത്തിന്റെ അനുഭവത്തെ ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ആദ്യമായിട്ട് എൻ്റെ കർത്താവിന്റെ തിരുനാമത്തിന് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എനിക്കിങ്ങനെ ഇപ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ കർത്താവിന്റെ ദാസി ഗ്രേസി ആന്റിയോട്, റേച്ചൽ ആന്റിയോടും, അതുപോലെ ഈ ചാനലിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എനിക്ക് ഇപ്രകാരം ഈ ജോയ്സ് ചാനൽ, ഈ ചാനലിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് റാന്നിയിലുള്ള മറിയാമ്മ ടീച്ചറാണ്. ആ ടീച്ചർ ഇപ്പോൾ അയർലൻഡിലായിരിക്കുന്നു. ആ കർത്താവിന്റെ ദാസിയോടും ഞാൻ ഈ സമയത്ത് സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ എൻ്റെ സാക്ഷ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്തോത്രം, ഞാനൊരു മർത്തോമ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ മാതാവ്, പിതാവ്, എനിക്ക് 4 ആങ്ങളമാര്, ഞങ്ങൾ 2 പെൺമക്കള്. അതിലെ മൂത്ത മോളാണ് ഞാൻ. എൻ്റെ കുടുംബത്തിൽ, ഞാൻ ജനിച്ചു വളർന്ന കുടുംബത്തിൽ മൂത്ത മകളാണ് ഞാൻ. പിന്നെ വരുന്നത് 4 ആൺകുഞ്ഞുങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് എൻ്റെ ഒരു ഇളയ സഹോദരി. അപ്പൊ എൻ്റെ അമ്മയ്ക്ക് മക്കളില്ലാതെ കുറെ വർഷങ്ങൾ കടന്നു പോയിട്ട് നേർന്നിട്ട് ആണ് എന്നെ കിട്ടിയതെന്നാണ് എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞിട്ടുള്ളത്. സ്തോത്രം. അങ്ങനെ ആ ഒരു മർത്തോമ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കുമ്പോൾ എൻ്റെ പിതാവ് 4 സഭയുടെ ഒരു ആത്മീയ ശുശ്രൂഷകനായിരുന്നു. ആത്മായ ശുശ്രൂഷകർ എന്ന് പറയും. അപ്പോൾ ആ മർത്തോമ സഭയുടെ 4 സഭയുടെ ആത്മായ ശുശ്രൂഷ ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ അപ്രകാരമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നത് കൊണ്ട് നല്ല ഒരു സൺഡേ സ്കൂള്, മർത്തോമയിലായിരുന്നു പറഞ്ഞാലും നല്ല ഒരു സൺഡേ സ്കൂള്, പ്രാർത്ഥിക്കുന്ന ഒരു പറ്റം അമ്മച്ചിമാര്. ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതലേ ഈ എൻ്റെ അച്ചാച്ചന് ഈ മർത്തോമയിലായതുകൊണ്ട് എൻ്റെ വീട്ടില് അച്ഛന്മാരൊക്കെ മിക്കവാറും കടന്നു വരികയും പ്രാർത്ഥിക്കുകയും, ഈ പെസഹ വ്യാഴാഴ്ചയൊക്കെ ആകുമ്പോൾ അച്ഛന്മാര് വന്നാൽ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഈ നമ്മൾ അപ്പം ഉണ്ടാക്കും. ഈ മർത്തോമയില് അവരത് മുറിച്ച് ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചു തരികയൊക്കെ. ഞാൻ ഓർക്കുക അതൊക്കെ ഒരു പ്രത്യേക അനുഗ്രഹം പോലെ എനിക്ക് അന്നത്തെ കാലത്ത് തോന്നിയിട്ടുണ്ട്. സ്തോത്രം. ഞാൻ രക്ഷിക്കപ്പെടുന്നത് 16-ാമത്തെ വയസ്സിൽ ഒരു VBSൽ വെച്ചാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. എൻ്റെ 16-ാമത്തെ വയസ്സിൽ തന്നെ. അപ്പോൾ അവിടെ വന്ന, ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ബെഞ്ചമിൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ്, VBS ഡയറക്ടർ വന്നിട്ട് യേശു കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് അദ്ദേഹം ആ VBSന്റെ ലാസ്റ്റ് ദിവസത്തിൽ ആ ക്രൂശീകരണത്തെ കുറിച്ച് വിവരിച്ചപ്പോ അദ്ദേഹം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം ആസ്പദമാക്കി ഇങ്ങനെ പറയുന്നത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന് ഞാൻ അകത്തു ചെന്ന് അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും. ആരെങ്കിലും
കർത്താവിന് വേണ്ടി ഈ ഹൃദയം കൊടുക്കുവാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. ദൈവമക്കളെ, ഞാൻ എന്റെ ആ ക്രൂശീകരണത്തെ കുറിച്ച്, യേശു കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് കേട്ടപ്പോഴേ ഹൃദയം ഭയങ്കരമായി തകർന്നിട്ട് എനിക്ക് എന്റെ ഈ യേശു കർത്താവിന് എന്റെ ഹൃദയം കൊടുക്കണം. ഞാൻ അങ്ങനെ യേശു കർത്താവിനെ അവിടെ 16-ാമത്തെ വയസ്സിൽ എന്റെ സ്വന്തം രക്ഷകനായി എന്റെ കർത്താവായി സ്വീകരിച്ചു ഞാൻ. സ്തോത്രം. അപ്പോ തന്നെ ഒരു വലിയ പ്രകാശം എന്റെ ഹൃദയത്തിൽ വന്ന് പതിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എന്നിട്ട് അദ്ദേഹം തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞ ഒരു ചെറിയ പുസ്തകം, ഞാൻ രക്ഷിക്കപ്പെട്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ആ ഒരു പുസ്തകം എനിക്ക് വായിക്കാൻ തന്നു. ഞാൻ അത് വായിച്ചപ്പോ അതിനകത്ത് കുറച്ച് പാമ്പ്, തേള്, അങ്ങനെയുള്ള കുറെ പടങ്ങൾ പോലെ വരച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ഹൃദയത്തിന് അന്നത്തെ നമുക്കറിയാം അത്ര വലിയ ഗ്രാഹ്യമില്ല. അപ്പൊ ഞാൻ ഓർത്തു, ഈ രക്ഷിക്കപ്പെട്ടപ്പോ ഈ പ്രകാശം എന്റെ അടുത്ത് വന്നത് എന്റെ ഹൃദയത്തിനകത്ത് അത്രയും നാൾ വരുന്ന പാമ്പും തേളും ഇതെല്ലാം ഇറങ്ങി പോവുകയാണ് എന്നുള്ളൊരു ചിന്തയായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ആ ഒരു, ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം അമ്മച്ചിമാരെ എനിക്ക് ചെറുപ്രായത്തിൽ തന്നെ കിട്ടിയത് കൊണ്ട്, അപ്പൊ ഞങ്ങളുടെ ആ മർത്തോമ സഭയ്ക്കകത്ത് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ക്യാൻസർ വന്ന ആ വീട്ടില് പെന്തക്കോസ്തുകാർ വന്ന് പ്രാർത്ഥിച്ചപ്പോ അവരെ ഈ തലേ രാത്രിയിൽ, ഒരു വ്യാഴാഴ്ച രാത്രി, അപ്പൊ അവര് ഞാൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവമായത്. ആ വീട്ടിൽ ഇങ്ങനെ തുടരെ വന്ന ആൾക്കാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പെന്തക്കോസുകാർ വന്ന് രാത്രി പ്രാർത്ഥിച്ചു. ഞങ്ങളും ആ പ്രാർത്ഥനയ്ക്കൊക്കെ പോകും, കൊയറിന്റെ ലീഡറും ഒക്കെ ആയിരിക്കുമ്പോൾ ഞങ്ങളും അതുകൊണ്ട് പോകും. അന്നേരം പോയപ്പോ ഇവര്, എനിക്കറിയാത്ത ഒരു ഭാഷയിൽ ഇവര് നമ്മൾ പാടുന്ന എൻ പ്രിയ നിൻ പൊൻകരോ എന്നുള്ളൊക്കെ പാട്ട് അവര് അറിയാത്ത ഒരു ഭാഷയെ പാടും. ഞാൻ രാത്രിയിൽ ഇരുന്ന് പറഞ്ഞു, കർത്താവെ, കിടക്കുമ്പോഴെല്ലാം പറയാം, കർത്താവെ എനിക്കും ഈ ഭാഷ കിട്ടണം, എന്നെ ഈ ഭാഷയാൽ നിറയ്ക്കണം, എനിക്ക് ഈ ഭാഷ വേണം. എനിക്കറിയത്തില്ല, ഞാൻ നേരം വിളിക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോഴും ഇതാ പറയുന്നത്. അപ്പൊ വെള്ളിയാഴ്ച ഇറങ്ങി പോകുമ്പോ ഞാൻ തന്നെയാ പോകുന്നത്. എന്റെ വീട്ടിൽ നിന്ന് മറ്റാരും വരുന്നില്ല വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക്. ഞാൻ തന്നെ കുറെ ദൂരം നടന്നു പോകണം. ഇന്നത്തെ കാലത്ത് അധികം ബസ്സൊന്നും ഇല്ലല്ലോ, നടന്നാ പോകുക. അപ്പൊ നടന്നു പോയി ആ വീട്ടിൽ ചെന്നു. ഏകദേശം 2 കിലോമീറ്ററോളം നടന്ന്, 2-3 കിലോമീറ്ററോളം നടന്ന് ആ ചൗക്കേക്കാരെന്ന് പറയാം വീട്ടിൽ ചെന്നപ്പോ കുറെ അമ്മമ്മമാരുണ്ട്. എന്റെ പ്രായത്തിലുള്ള ഒരു കുട്ടിയേ ഉള്ളൂ, ഒരു ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു കുട്ടിയേ ഉള്ളൂ. അപ്പൊ ഇവരിങ്ങനെ ചിലർ നനയ്ക്കും പോലെ കർത്തനുടെ വരവ് ഒട്ടും താമസിക്കയില്ല എന്നിവർ പാട്ട് പാടുമ്പോ ഞാൻ അറിയാത്ത ഒരു ഭാഷയിൽ, ഞാൻ ഈ മലയാളം അല്ല പാടുന്നത്, ഞാൻ അറിയാത്ത ഒരു ഭാഷയിൽ ഞാൻ പാടുക. എത്ര കണ്ട് നിയന്ത്രിച്ചിട്ടും എന്റെ നാവിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഒരു വലിയ പ്രകാശം പോലെ എന്നിൽ പരിച്ചിട്ട് ഈ അറിയാത്ത ഭാഷയിൽ എന്നെ കൊണ്ടുപോകുക. ആചിക്കും പോലെ എന്നുള്ള പാട്ട് എത്രമാത്രം പാടി അവസാനം ആ സമയം വരെ ഞാൻ, ദൈവമക്കളെ, പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് ആത്മാവിൽ പാടിയതാണ്, ആത്മഭാഷയാണ് കർത്താവ് എൻ്റെ മേൽ പകർന്നത്. അപ്പൊ ആഗ്രഹിക്കുന്ന മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവം, അത് സ്നാനപ്പെട്ട് ഒന്നും ഇല്ല. അന്നേരം ഞാൻ രക്ഷിക്കപ്പെട്ടു, യേശു കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് സ്നാനം എന്താണെന്നുള്ളതും ഒന്നും എനിക്കറിയത്തില്ല. സ്തോത്രം. അവിടെ നിന്ന് പിന്നെ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ലാബ് പഠിക്കാൻ പോകുമ്പോൾ എനിക്കുണ്ടായ ഒരു വലിയ അനുഭവം. അപ്പൊ അത്യാവശ്യം പഠിക്കുമായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അത്യാവശ്യം പഠിക്കുമായിരുന്നു. അപ്പൊ പഠിക്കുമ്പോ അവിടെ ഡിഗ്രി ഉള്ളവർ വന്നിരിക്കുമ്പോഴും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പാസ്സായി മാത്രം ഞാൻ പോയിരിക്കുന്നത്. ഞാൻ അവരെക്കാളും കൂടുതൽ മാർഗം വായിക്കുന്നു. ഒരു ആത്മീയ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നപ്പെട്ടുള്ള മറ്റൊരു കൂട്ടുകെട്ടിലോ ഒന്നും പോകാത്തത് കൊണ്ട് അങ്ങനെയുള്ള ഒരു തീഷ്ണതയില്. അപ്പൊ കർത്താവിനോട് ഞാൻ എന്നും പറയും, എന്റെ കൂടെ വരണം. എന്റെ അച്ഛനും അമ്മ എന്നോട് പറയും, എവിടെ പോയാലും അന്നത്തെ കാലമല്ലേ, ആൺപിള്ളാരെ നോക്കല്ലേ, ഇങ്ങനൊക്കെ പറഞ്ഞ് എന്നെ വിടും. ആൺപിള്ളാരെ ഒന്നും നോക്കാൻ പോലെ പോന്നേ കൊള്ളാം, പഠിച്ചേച്ച് പെൺപിള്ളാർ വീട്ടിൽ വരണമെന്ന് പറയും. അപ്പൊ എനിക്ക് എൻ്റെ അമ്മയുണ്ട്, അമ്മയുടെ അമ്മയുണ്ട്, അതിന്റെ അമ്മയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. അപ്പൊ നല്ല ശിക്ഷണം അന്നത്തെ കാലത്ത്, നല്ല ഞൊണ്ടിക്കൈക്ക് ഞുള്ളുക എന്ന് പറയും, നല്ല ശിക്ഷണം തന്നു തന്നെ വളർത്തുമായിരുന്നു. സ്തോത്രം. അത് അപ്പോഴും അതുപോലെ തന്നെ നല്ല ശിക്ഷണം തരും. മാതൃകയുള്ളവളായി ജീവിക്കണമെന്ന്. അപ്പൊ ഞാൻ മർദ്ദമായി പോകുമ്പോൾ കേൾക്കുന്ന വചനം മാതൃകയുള്ളവരായി നമ്മൾ യേശുവിന്റെ സാക്ഷികളായി തീരണമെന്ന്. അപ്പൊ ഞാനിങ്ങനെ അങ്ങനെ അപ്പൊ സ്കൂളിൽ കടന്നു പോകുമ്പോൾ പഠിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എന്നോട് എൻ്റെ ടീച്ചർ പറഞ്ഞു, പബ്ലിക്കെ പറയുക, ഇവിടെ പഠിക്കാൻ വരുന്നത് ഒരു കുട്ടി മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു പറഞ്ഞു. അപ്പൊ അതാരാണെന്നൊന്നും അറിയത്തില്ല, ഞാൻ അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. ആ ടീച്ചർ പറയുകയാണ്, ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ള ഒരു ടീച്ചറാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, പ്രസന്ന എന്ന് പറഞ്ഞൊരു ടീച്ചർ. പിറ്റേ ദിവസം കൊണ്ടുവന്നിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു ഗിഫ്റ്റ് തന്നത്. ആ ഒരു ഗിഫ്റ്റ് തന്നു.
എന്റെ ഇഴത്തും വലത്തും ഇരിക്കുന്ന കൂട്ടുകാരികളുടെ മുഖഷേപ്പ് മാറി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ ഇത് പറയുന്നത് എന്തോന്ന് ചോദിച്ചാൽ, ഇന്നത്തെ നമ്മുടെ പത്ര മാധ്യമങ്ങൾ കൂടെ കേൾക്കുന്ന ചതിയുടെ ലോകം. അപ്പൊ അതുകൊണ്ട് ഞാൻ സാക്ഷ്യത്തിൽ കൂടെ എന്റെ അനുഭവങ്ങളാണല്ലോ പങ്കുവെക്കുന്നത്. ബാല്യം മുതലുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുക ദൈവമക്കളോട് ഞാൻ. അപ്പൊ ഇവിടെ മുഖഭാവം മാറി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പുക്കിൾക്കൊടിയുടെ ഭാഗത്തുനിന്ന് FTM കളക്ട് ചെയ്യാന്ന് പറയും. അത് കുറെ പാസേജ് പഠിക്കാനുണ്ട്. അപ്പൊ ഈ കൂട്ടുകാരികൾ എന്നോട് പറഞ്ഞു, സുജയ, ഞങ്ങളാരും ഒന്നും പഠിച്ചിട്ടില്ല, നീ ഇത് പറയല്ല, പറഞ്ഞാൽ ടീച്ചറിന് ഞങ്ങളോട് വെറുപ്പാവും. അപ്പൊ ഇവരിത് പറഞ്ഞ നിമിത്തം ഞാനിത് പറഞ്ഞില്ല. പറയാത്തോണ്ട് ടീച്ചറിന് ഭയങ്കര ഭാരമായി. ലാസ്റ്റ് ഞാൻ ടീച്ചറും കൂടെ തെറ്റേണ്ടതായിട്ട് വന്നു. ഈ പിള്ളേർ തന്നെ എന്നോട് പറഞ്ഞു, ടീച്ചറിനോട് ചോദിക്കണം, പുളുങ്കുരു തന്നിട്ടാണോ പഠിക്കാൻ വരുന്നതെന്ന്. ടീച്ചറിന് അത് ഒന്ന് ഓർത്തു നോക്കണമേ. തലയാഴ്ച ഗിഫ്റ്റ് തരുന്നു, പിറ്റേ ആഴ്ച ടീച്ചറുമായിട്ട് എതിരിടേണ്ടിയാണ്. ടീച്ചറിനോട് അങ്ങനെ ചോദിച്ചപ്പോൾ എന്റെ ഹൃദയത്തിനകത്തുനിന്ന് ഈ വെളിച്ചം, അത്ര നാളും പ്രകാശിച്ചുകൊണ്ടിരുന്ന ആ വെളിച്ചം എനിക്ക് തോന്നുക മാറിപ്പോയോ. ഒരു ഇരുള് പോലെ എന്നെ ഭാരമേക്കുന്നു. എനിക്കെന്തോ ഒരു പ്രയാസം പോലെ തോന്നുക. നമുക്കൊരു സന്തോഷമില്ലായ്മ, പഠിക്കാൻ പറ്റുന്നില്ല, സന്തോഷമില്ലായ്മ. ടീച്ചർ ഇത് നിമിത്തം 2 ദിവസം എന്നെ വെളിയിൽ നിർത്തി. പിന്നെ കയറ്റി പറഞ്ഞു, സുജി അത് പറഞ്ഞത് ഞങ്ങൾക്ക് ഭാരമായി എന്ന് പറഞ്ഞു. പിന്നെ വരുന്നത് ഒരു ക്രിസ്മസിന്റെ കാലയളവാണ്. ഈ ക്രിസ്മസിന്റെ കാലയളവിൽ ഒരു കൂട്ടുകാരി എന്നെ അവിടെ വീട്ടിൽ വിളിച്ചിട്ട് എന്റെ കൂടെ വേറൊരു കൂട്ടുകാരിയും വരുന്നുണ്ട്. അപ്പൊ ഈ ചതിയുടെ വലയമെന്നും ഒക്കെ പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. ചതി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു അവിടെ. അപ്പൊ അവിടെ എന്നെ കൊണ്ടുപോയി ഞാൻ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം പുറത്തിരുന്നപ്പോ എന്റെ അകത്തളത്തിൽ ആരോ പറയുക, ദൈവമക്കളെ, ആ ഫുഡ് നീ കഴിക്കരുത്. എനിക്ക് അന്നും ഇന്നും ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ് ചക്ക. ആ വീട്ടിൽ എനിക്കിത് ഇഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ട് ചക്ക ഒരുക്കി വെച്ചേക്കുന്നുണ്ട്. അടുത്ത വീട്ടിൽ നിന്ന് ഒരു അമ്മ വന്ന് അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇതിനകത്തെ ചതികൾ എന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ റെക്കോർഡ് വരയ്ക്കുക, ഇതെന്റെ അനുഭവമാണ്. റെക്കോർഡ് വരച്ചപ്പോ ഏറ്റവും ആദ്യം തന്നെ ഞാൻ റെക്കോർഡ് വരച്ചു. അത് അച്ഛനെ സബ്മിറ്റ് ചെയ്തു. ഞാൻ ടീച്ചറിനോട് പോയി ക്ഷമ ചോദിച്ചു. ടീച്ചറെ, എന്നിൽ വന്ന കുറവുകളെ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ടീച്ചറിനോട് ക്ഷമ ചോദിച്ചു. അപ്പൊ ടീച്ചറിന് അത് ഉൾക്കൊണ്ട്. എത്ര ഉൾക്കൊണ്ടെന്ന് പറഞ്ഞാലും ടീച്ചറിൽ അത് ഭാരം കാണുമല്ലോ. പിറ്റേ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം, ആ വഴിയില് ഒരാള് നിപ്പുണ്ടായിരുന്നു. പക്ഷെ എന്നോട് ചോദിച്ചു, നിനക്ക് ആളിനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഞാൻ സത്യം പറഞ്ഞ ആളിനെ കണ്ടില്ല, ദൈവമക്കളെ, സ്തോത്രം, കണ്ടില്ല. ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാത്രി ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഈ നടന്ന സംഭവങ്ങൾ ഓരോന്നും, എന്നെ വിളിച്ചതും ഭക്ഷണം തന്ന കാര്യങ്ങളും ആ സ്വപ്നം കണ്ടു. 1000 രൂപ ഓഫർ എന്റെ കൂട്ടുകാരിക്ക് മറ്റൊരാള് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഒരു വാഷ്റൂമിൽ പോയിട്ട് കൂട്ടുകാരികളുമായി തിരിച്ചു വരുമ്പോ ഇയാളോട് ഞാൻ പറയുകയാണ്, ഞാനൊരു ആത്മായ ശുശ്രൂഷകന്റെ മകളാണ്. നിനക്കാരോ 1000 രൂപ ഓഫർ തന്നു, നീ എന്നെ ചതിയിൽപ്പെടുത്താൻ നോക്കി. ദൈവമക്കളെ, അന്ന് മുതൽ തന്നെ ഒരു ദൈവിക കരം, ദൈവത്തിന്റെ ആലോചന എന്നോട് കൂടെ ഇരിക്കുക. പിന്നെ ഉള്ള അനുഭവം എന്ന് പറയുന്നത്, ഞാൻ പിന്നെ ഇവിടെ നാട്ടില് കുറെ നാള് ലാബ് ടെക്നീഷ്യനായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ട് ഞാൻ പഞ്ചാബിൽ പഞ്ചാബിൽ പോയി. അവിടെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് ടൈഫോയിഡ് വന്നു. ടൈഫോയിഡ് വന്നെന്നെ ആരും നോക്കാനും ഉൾക്കൊള്ളാനും ഇല്ലാതെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ കിടന്ന്. അപ്പൊ ഡോക്ടർ എന്നെ കൊണ്ടുപോയ ആളിനോട് പറഞ്ഞു, സുജി, ഇങ്ങനെ കിടന്ന് അവിടെ കിടന്നാൽ ചത്തുപോകത്തേ ഉള്ളൂ, നീ വീട്ടിൽ കൊണ്ടുപോയി നോക്കണം. ഞാൻ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല. നമ്മൾ ഈ മീഡിയയിൽ കൂടെ പറയുന്നതുകൊണ്ട് ഞാൻ പേരൊക്കെ മറച്ചു വെച്ചുകൊണ്ട് തന്നെ പറയുക. അപ്പൊ എനിക്ക് ഒരുമാതിരി തല പൊക്കി നടക്കാവുന്നായി. ഞാൻ ആ വീട്ടില് ഇങ്ങനെ കടന്നുകൊണ്ടിരുന്നപ്പോ തുണ എനിക്ക് യേശുവാം എന്നുള്ള പാട്ട് പാടിയാണ്. ആ പാട്ട് പാടി അന്ന് 16-ാമത്തെ വയസ്സിൽ ഞാൻ ചിലർ നനയ്ക്കും പോലെ എന്നുള്ള പാട്ട് പാടിയപ്പോ ആത്മാവിലായതിലൂടെ ഈ തകർന്നിരിക്കുകയല്ലേ, ആരും സഹായമില്ലാതെ വന്ന് ഈ വീട്ടിൽ വന്ന്
ഇവരുടെ എന്തോ ഓരോ മനോഭാവത്തിനൊരു വ്യത്യാസം പോലെ. എനിക്ക് ടൈഫോയിഡ് ആയതുകൊണ്ട് ഭയങ്കര നിന്ന. അവരുടെ ഉദ്ദേശം വേറെ രീതിയിലായിരുന്നു. എന്നെ കൊണ്ടുപോയിട്ട് അവരുടെ കാര്യങ്ങൾ, പുള്ളിക്കാരി പ്രഗ്നൻസി ആകുമ്പോൾ പുള്ളിക്കാരിയുടെ ഡെലിവറി ഒക്കെ നോക്കാന്നുള്ള ഉദ്ദേശത്തിൽ. പക്ഷെ അവിടെ പ്ലാൻ ഒന്നും നടന്നില്ല. എൻ്റെ ഇതിന്റെ ലാബിന്റെ സർട്ടിഫിക്കറ്റ് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ ആളിനെ കൊണ്ടൊക്കത്തിൽ നിങ്ങൾ വേറെ ആളിനെ നോക്കിക്കോണം, ഇത് യൂണിവേഴ്സിറ്റി റാങ്കുള്ള ആളാണ്, ഇത് ഇങ്ങനെ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഡോക്ടർ അവിടെ പറഞ്ഞത്. അപ്പൊ ഡോക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു, ദൈവകരം കൂടെ ആയിരുന്നു. ഇവർക്കെന്തോ, ഞാൻ ആ തുണി എനിക്ക് യേശുവാന്നുള്ള പാട്ട് പാടി രാത്രി ഒരു 9:30 ആയപ്പോഴാ പെരുമഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പഞ്ചാബിൽ വെച്ച്, ഭട്ടിൻഡയുടെ പ്രദേശത്ത് വെച്ച് ഈ സഹോദരി എന്നെ കൊണ്ടുപോയി അമ്മാമ്മ എന്നെ രാത്രിയിൽ ഇറക്കി വിട്ടു. ഞാൻ ആ പെരുമഴയത്ത് നടന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ എന്നെ സഹായിക്കാൻ ആരുമില്ല, ദൈവദൂതന്മാരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് ദൈവദൂതന്റെ സഹായം വേണം. എന്നെ ഇറക്കി വിട്ടേക്കുന്നത് ആ അമ്മാമ്മയുടെ തന്നെ അനിയത്തിയുടെ ഒരു മോടെ വീട്ടിൽ പോക്കോ, നിനക്ക് ഭൂതമുണ്ട്, ഭൂതമായി പാട്ട് പാടുന്നത്, അല്ലാതെ നീയല്ല, എനിക്ക് ഭയമാണ്, നിന്നെ കിടത്താനെ കൊണ്ട് ഭയമാണ്. എനിക്കത് ഭയങ്കര സങ്കടമായി. കർത്താവേ ഭൂതമാണെങ്കിൽ എനിക്ക് ദൈവദൂതന്റെ സഹായം വേണ്ട, ഭൂതം അല്ല എങ്കിൽ എനിക്കൊരു ദൈവദൂതന്റെ സഹായം എന്നെ ഇപ്പൊ ഹെൽപ്പ് ചെയ്യാൻ വേണം. എനിക്കത് വെള്ളം കൊണ്ട് നിറഞ്ഞേക്കുക, വെള്ളം താഴുന്നില്ലല്ലോ, എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഞാൻ ദൂരവേ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ഞാൻ വരുന്ന ആ ലക്ഷ്യം നോക്കി ഭയങ്കര നീളമുള്ള, എനിക്ക് ആളിനെ ഞാൻ ആളിനെ കാണുകയും ആ ആള് കയറി എന്റെ കൈയുടെ ഈ തോലിനെ ഇങ്ങനെ പിടിച്ചേക്കോ, ശക്തിയ. ഞാൻ ഒന്നും മിണ്ടുന്നില്ല, എനിക്ക് എങ്ങോട്ട് പോണം, ഏത് വീട്ടിൽ പോണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ ശക്തിയുള്ള കരം എന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ആളിനോട് നോക്കുന്നുമില്ല, ഒന്നുമില്ല, കാരണം നോക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഹൈറ്റാ. ഈ വെള്ളത്തിനകത്തൂടെ ക്രോസ് ചെയ്ത് ഞാൻ ഏത് വീട്ടിൽ പോകാൻ ഉദ്ദേശിച്ചോ ആ വീട്ടിന്റെ വാതിക്കൽ ഗേറ്റിന്റെ അവിടെ നിർത്തി കഴിഞ്ഞിട്ട് ഈ ആളിനെ ഒന്ന് നോക്കാമെന്ന് കണ്ട് തിരിയുന്നു. എനിക്ക് പെട്ട വേദന, ആളിനെ കാണാനില്ല. ഞാൻ 2 ആഴ്ച ആ ലാബിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ദൈവമക്കളെ ഞാൻ ഈ ആളിനെ തിരയുക, ഈ ആളിനെ തെരഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് കണ്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എന്റെ മനസ്സിനകത്തോട്ട് വരികയാണ്, ദൈവദൂതന്റെ കരമാണ് എന്നെ പിടിച്ചത്. ഞാൻ ആ ലാബിൽ ഇരുന്ന് കരയാൻ തുടങ്ങി. കർത്താവേ, ഇപ്പോഴും ആ ഒരു സാന്നിധ്യം എന്നെ വിട്ടിട്ട് പോയില്ലല്ലോ, ആ സാന്നിധ്യം എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്റെ വിവാഹം വരുന്നത്. അന്നത്തെ കാലത്ത് ടെലഗ്രാം, എന്റെ അപ്പന് 3ാമത്തെ ടെലഗ്രാം എന്റെ പപ്പ എനിക്ക് ടെലഗ്രാം അടിച്ചിട്ട് പറഞ്ഞു, നിന്റെ കല്യാണം, അതും ആ കല്യാണം ഒരു ചതിക്കുഴി പോലെ എന്നെ കൊണ്ടുപോയി, അവര് പോയ ഇഷ്ടം സാധിക്കാത്തത് കൊണ്ട് ഒരു ചതിക്കുഴി പോലെ എന്നെ കയറ്റിവിടുക. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു, സുജയുടെ ആങ്ങളെയും ഇവിടെ വന്ന് വർക്ക് ചെയ്യട്ടെ, ഇവിടെ വന്ന് ഞാൻ പഠിപ്പിച്ചോളാം, വർക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഇതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ ഉയരാൻ തുടങ്ങുന്നത് ഇഷ്ടപ്പെടുന്നില്ല. എപ്പോഴും ഒരു പ്രതിയോഗി എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ട്, ആരെങ്കിലും ഒന്ന് കുത്താനെ കൊണ്ട്, അല്ലെങ്കിൽ ഒരു പ്രതിയോഗിയായി ഓപ്പോസിറ്റ് ഒരാളെ എപ്പോഴും എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴെല്ലാം ഞാൻ ദൈവസ്ഥാനത്ത് കരയുക ദൈവമക്കളെ ചെയ്യുന്നത്. സ്തോത്രം. അങ്ങനെ എന്നെ ഇവർക്ക് ഏത് മുഖാന്തരം കയറ്റി വിടാനുള്ള ഒരു ഉപാധിയുമായി. അപ്പോൾ എന്നെ കയറ്റി വിടുമ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഈ സാധനം എടുത്തുകൊണ്ട് പോകുമ്പോൾ എന്റെ പുറകിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേൾക്കുക. എന്റെ പുറകിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കേൾക്കുന്നില്ല. ഇവരിൽ ഒരാൾ നിന്റെ അയൽപക്കത്ത് വരും, നിന്നെ ചതിച്ചവരിലൊരാൾ നിന്റെ അയൽപക്കത്ത് വരും. അപ്പൊ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എന്നെ ആരെന്തിനു ചതിച്ചു, ഏത് കാര്യത്തിൽ ചതിച്ചു, ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആളെ കാണാനില്ല. 2ാമതും ആ ശബ്ദം റിപ്പീറ്റ് ചെയ്തു. ഞാൻ ഭട്ടിൻഡേന്ന് ട്രെയിൻ കയറി പിന്നെ ഡൽഹിയിൽ ഇറങ്ങി, ഡൽഹിയിൽ നിന്ന് പിന്നെ KK എക്സ്പ്രസിനാണ് കയറി വരുന്നത്. അപ്പൊ ഈ ഭട്ടിൻഡേന്ന് ട്രെയിൻ കയറുമ്പോൾ ഒരു പട്ടാളക്കാരന് ഞങ്ങൾ കയറിയ ആ ബോഗിലുണ്ട്. അവിടെ നിന്ന് ആ ഡൽഹിയിലെ KK കയറിയപ്പോഴും ഇദ്ദേഹം ഭോപ്പാലിൽ ഇറങ്ങാനെ കൊണ്ട് അദ്ദേഹം ആ ട്രെയിനിലുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അപ്പൊ ഞാൻ ഈ ശബ്ദം കേട്ടത് ഭട്ടിൻഡേന്ന് ട്രെയിൻ കയറുന്നതിന് മുമ്പേ ഞാൻ ഈ ശബ്ദം കേട്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇയാളുടെ കല്യാണത്തിനാണോ പോകുന്നത്? ഞാൻ പറഞ്ഞു, എന്നാൽ കല്യാണം നടക്കുകയില്ല, നിങ്ങൾക്ക് ചതി പറ്റിയെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കൂടെ വേറൊരു സഹോദരിയും കയറി വന്നിട്ടുണ്ടായിരുന്നു. ആ സഹോദരിയുടെ കൂടെ ഒരു സഹോദരനും. ആ കല്യാണം ഒരു ചതി പോലെയായി വന്നു. നാട്ടിൽ വന്നു, കല്യാണം മാറി. മറ്റൊരു പറഞ്ഞു കൂടുതൽ സ്ത്രീധനം കൊടുക്കാം, പഴയ കാലം എന്റെ സ്ത്രീധനം കൂടുതൽ കൊടുക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവര് പക്ഷെങ്കിൽ അവരുടെ മകളുടെ കല്യാണം നടത്താൻ കൊണ്ട് നടത്തിയ ചതിക്കുഴിയാണ്. എന്നെ കൊണ്ടുപോയ ആളുടെ റിലേഷനാണ് ഇതെല്ലാം ഓരോ ചതിക്കുഴിയിലായിരുന്നു. പക്ഷെ കെണിയിൽ അകപ്പെടാതെ വണ്ണം തമ്പുരാൻ എന്നെ സൂക്ഷിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാ വാസ്തവം. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതനോട് കൂടെ പോയല്ലോ.
പറഞ്ഞോ പറഞ്ഞു സിസ്റ്റർ, പറഞ്ഞോ, കുഴപ്പമില്ല, പറഞ്ഞോ. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതനോട് കൂടെ ദൈവ സാന്നിധ്യം എപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. കൈവിടാത്ത ദൈവം കൂടെയുണ്ട്. സ്തോത്രം. നല്ല ഗുരുവായ, നല്ല സ്നേഹിതനായ കർത്താവിന്റെ കരം ദൈവമക്കളെ കൂടെയുണ്ട്. അവിടുന്ന് ഞാൻ തീരുമാനമെടുത്തു, ഇനിയും പഞ്ചാബിലോട്ടില്ല. അപ്പൊ എന്നോട് ആ ഡോക്ടർ പറഞ്ഞത്, സുജയുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ ഇരിക്കട്ടെ, രാജസ്ഥാനിൽ എയർഫോഴ്സിൽ ജോലിയുള്ള ആളിനെയല്ലേ ആലോചിച്ചത്, സുജയ് ഇവിടെ നിന്ന് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ, സുജയ് വിവാഹം കഴിക്കുന്ന ആളിന് ഇഷ്ടമുണ്ടെങ്കിൽ സുജയ്ക്ക് ഇവിടെ നിന്ന് ജോലി ചെയ്യാം, ഇല്ലെങ്കിൽ ആ ആളുടെ കൂടെ പോകാം, അതുകൊണ്ട് സർട്ടിഫിക്കറ്റുകൾ എല്ലാം ഇവിടെ ഇരിക്കട്ടെ എന്ന് അങ്ങനെ പറഞ്ഞ. പക്ഷെ എനിക്ക് പറയത്തില്ലല്ലോ ചതിയിലാ കയറി വരുന്നതെന്ന്, ചതിയില എന്നെ കയറ്റി വിട്ടേക്കുന്നതെന്ന്. സ്തോത്രം. അപ്പൊ പിന്നെ തീരുമാനമെടുത്തു, ഇനി എന്തായാലും അവിടോട്ടില്ല, ആ ഒരു പഞ്ചാബിലോട്ട് ഞാൻ ഇനിയും പോകുന്നില്ല, ജോലിക്ക് പോകുന്നില്ല, ഇവരുടെ റമ്പിൽ ഇനിയും ജോലിക്ക് പോകുന്നില്ല എന്ന് തീരുമാനമെടുത്ത്. അപ്പോഴത്തെ മർത്തോമയിലുള്ള ആൾക്കാർക്കൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമാണ്. അപ്പൻ അങ്ങനെ ഒരു ആത്മീയ ശുശ്രൂഷ നിൽക്കുന്നതുകൊണ്ട് നല്ലൊരു സ്നേഹമാണ് അവർക്ക്, അവിടെ ഒരു നല്ല കരുതലുണ്ട്. ആ മർത്തോമയിലുള്ള ഒരു കുടുംബത്തിലെ ആൾ പാട്നയിലുണ്ട്. ആ പാട്നയിലുള്ള രജിസ്ട്രേഷൻ അവര് എനിക്ക് തിങ്കളാഴ്ച കയറണം, ശനിയാഴ്ച രജിസ്ട്രേഷനായിട്ട് വരുന്നു. അത് വായിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ അപ്പൻ ഒരു വാശി, ആ പറഞ്ഞ ഡേറ്റിൽ തന്നെ കല്യാണം നടത്തണം. അങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡിന്റെ പേര് ശമുവേൽ എന്ന, ബാബു എന്ന് വീട്ടിൽ വിളിക്കും, ബാബുച്ചാനുമായിട്ടുള്ള വിവാഹം നടക്കുന്നത്. ആ വിവാഹം നടന്നു. അപ്പൊ പിന്നീട് അവർക്ക് ചതി പറ്റി. അതൊക്കെ ദൈവം ഹിതം പോലല്ല, നടക്കട്ടെ. എനിക്കിപ്പോൾ അതേ പറയാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ആ ബാബുച്ചാനുമായിട്ടുള്ള വിവാഹം നടന്നു. ബാബുച്ചാൻ ഒരു ബിസിനസ്സുകാരനായിരുന്നു. ആ വിവാഹമൊക്കെ നടന്നു. മക്കളെ, അങ്ങനെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു കുടുംബം എന്ന് പറയുന്നത്, ബാബുച്ചാൻ ഒരു ജ്യേഷ്ഠനുണ്ട്, ജ്യേഷ്ഠനും ബിസിനസ്സാ. അപ്പൊ അന്നത്തെ കാലത്തെ മുതലാളിമാരെന്ന് പറയും. ആ ഒരു കാലഘട്ടത്തിൽ ഞാന് പ്രഗ്നൻസി ആയ സമയത്ത് എനിക്കൊരു ഭാരമുണ്ടായി. ഞാൻ പ്രഗ്നൻസി ആയ സമയത്ത് എനിക്ക് മഞ്ഞപ്പിത്തം കയറി പിടിച്ചു. പ്രഗ്നൻസിയിലായിരിക്കുന്നതുകൊണ്ട് മഞ്ഞപ്പിത്തത്തിനും വലിയ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് പ്രഗ്നൻസി ആയ 6 മാസമായപ്പോഴാണ് അറിഞ്ഞു. എൻ്റെ കൈ വരെയും കറുത്ത് ചുറിച്ചിൽ പോലെ പിടിച്ച് നിർത്താത്ത ഒരു വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു. പ്രഗ്നൻസിയിലാണെന്ന് എല്ലാവരും കണ്ടത്. പിന്നീട് കൈയെല്ലാം കറുത്ത് വല്ലാത്തൊരവസ്ഥയിലായപ്പോഴാണ് അറിഞ്ഞത് മഞ്ഞപ്പിത്തമാണെന്ന്. ആ മഞ്ഞപ്പിത്തം കൂടിയ ആ ഒരു സമയത്ത് ഒരു മർത്തോമാക്കാരായിരുന്നല്ലോ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ. എൻ്റെ അപ്പം വന്ന് എന്നെ തലയാഴ്ച വിളിക്കുന്നു, അടുത്ത ആഴ്ച വന്ന് വിളിച്ചുകൊണ്ട് പോകും, പിറ്റേ ആഴ്ച അപ്പൻ്റെ മരണം സംഭവിക്കുന്നു. പിന്നീട് അങ്ങോട്ട് ഓരോരോ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നു. ആ മരണം സംഭവിച്ചു. പിന്നീട് കുഞ്ഞിന്റെ ഡെലിവറി തിരുവല്ല പുഷ്പഗിരി വെച്ച് നടക്കുന്നത്. എൻ്റെ അമ്മയാണെങ്കിൽ ഒരു രോഗിയാണ്. എൻ്റെ ഇളയതെല്ലാം കൊച്ചു പിള്ളേര്, ആങ്ങളമാരെല്ലാം കൊച്ചു പിള്ളേര്. അപ്പൊ ഈ പുഷ്പഗിരിയിൽ എനിക്ക് മഞ്ഞപ്പിത്തം ഉള്ളതുകൊണ്ട് 2-3 ഹോസ്പിറ്റലിൽ നോക്കി അവരാരും എടുക്കാതെ ഇങ്ങനെ മഞ്ഞപ്പിത്തം കൂടി നിൽക്കുന്നത് കൊണ്ട് അങ്ങ് വിടുക. അങ്ങ് പുഷ്പഗിരിയിലാന്ന് നല്ലൊരു ആശുപത്രിയുള്ളൂ, അവിടെ ഉള്ളൂ, സായിപ്പിന്റെ ആശുപത്രി എന്ന് പറഞ്ഞുകൊണ്ട് അവിടോട്ട് അങ്ങ് വിട്ട് മഞ്ഞപ്പിത്തം ഉള്ളതുകൊണ്ട് അവർക്ക് ഒരു ഭാരം. 6:15 അപ്പൊ എൻ്റെ ഒരു ആങ്ങളെ എന്ന് പറയുന്ന 17 വയസ്സുള്ളത്, അവന്റെ ബ്ലഡ് എടുക്കാനെ കൊണ്ട് തയ്യാറായി അങ്ങ് നിൽക്കുക. എനിക്കൊരു ഭയങ്കര ഭാരം. എൻ്റെ ദൈവമേ, എൻ്റെ അപ്പനും മരിച്ചുപോയി, എൻ്റെ അമ്മ ഒരു രോഗി, എൻ്റെ ഇളയ ആങ്ങളയുടെ ബ്ലഡ് എൻ്റെ ശരീരത്തിൽ കയറ്റേണ്ടി വരുമോ? കർത്താവെ, അങ്ങനൊന്നും ഇടവരല്ലേ. കർത്താവിനോട് അങ്ങ് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. അമ്മയോട് ഞാൻ പറയുന്നുമില്ല, അമ്മയെ ഇവന്റെ ബ്ലഡ് എടുക്കണമെന്നുള്ള തീരുമാനമൊക്കെ വരുന്നുണ്ട് എന്നൊന്നും ഞാനിത് പറയുന്നേ ഇല്ല. എങ്ങനെയായാലും എൻ്റെ ജീവൻ രക്ഷിക്കാനാണ് അവർ നോക്കുന്നത്. സ്തോത്രം. ഒരു 6:15 ദൈവമക്കളെ, ദൈവത്തിന്റെ അത്ഭുത കരം ചലിച്ചു. ഒരു നോർമൽ ഡെലിവറി പരിശുദ്ധാത്മാവ് എനിക്ക് തരാനിടയായി തീർന്നു. സ്തോത്രം. അവിടെയും ഞാൻ ആ ദൈവകരം ഇറങ്ങുന്നത് കാണാനിടയായി തീർന്നു. സ്തോത്രം. ദൈവാത്മാവ് എന്നോട് പറയുന്നുണ്ട്, അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാലും ഞാൻ സ്നാനപ്പെട്ടിട്ടും ഒന്നുമില്ല. ഭയപ്പെടണ്ട എന്നുള്ള ആ ശബ്ദം എനിക്ക് കേൾക്കാം, എൻ്റെ കാതി കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനെ മാത്രം ആരും ഒരു നേഴ്സുമാരും കുളിപ്പിക്കാനൊന്നും എടുത്തുകൊണ്ട് പോകുന്നില്ല. എൻ്റെ മൂത്ത മോളെ അമ്മ കൊണ്ടുവന്ന് ബാത്റൂമിനകത്ത് കൊണ്ടുവന്ന് അമ്മ കൊണ്ടുവന്ന് കുളിപ്പിക്കുക. അപ്പൊ എൻ്റെ മൂന്നാമത്തെ ആങ്ങളെ എന്നോട് വന്ന് പറഞ്ഞു, അമ്മമ്മേ, എല്ലാ കുഞ്ഞുങ്ങളെയും നഴ്സുമാർ കൊണ്ടുപോയി കുളിപ്പിക്കുകയും ടർക്കിയിലൊക്കെ പൊതിഞ്ഞുകൊണ്ട് വരികയും ചെയ്യുന്നുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞിനെ മാത്രം എന്താ ഇവര് കൊണ്ടുപോകാത്തത്? നമ്മുടെ കുഞ്ഞിന് മാത്രം എന്താ ഒരു ടർക്കി ഇല്ലാത്തത്? അപ്പൊ ഞാൻ ആ
കട്ടിലേ കിടന്നുകൊണ്ട് ദൈവത്തോട് പറയുക, കർത്താവെ, എന്റെ കുഞ്ഞിനെ ഈ മോൻ ചോദിച്ചല്ലോ, അവനും സങ്കട. സത്യം, എന്റെ കുഞ്ഞിന് മാത്രം ഒരു ടർക്കി പോലും ഇല്ല ഒന്ന് പുതപ്പിക്കാൻ. എന്റെ കുഞ്ഞിന് ഒരു ടർക്കിയേലും കിട്ടിയായിരുന്നെങ്കിൽ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് ആരോടും പറയേണ്ട ഉള്ളിൽ ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ മർത്തോമായിലെ തന്നെ അവിടുത്തെ ഈ സ്വർണ്ണക്കടയൊക്കെ നടത്തുന്ന കൊണ്ടൂരെ മാത്യു സാറെന്ന് ഞങ്ങൾ പറയും. കൊണ്ടൂരെ മാത്യു സാറിന്റെ വൈഫും ശാന്തമാമയെന്ന് ഞാൻ പറയാം, ആ ശാന്തമാമയും കൂടെ കയറി വരുമ്പോ അതേ മക്കളെ ഒരു 3 ടർക്കി, ഇഷ്ടം പോലെ ടർക്കിയും അതിന്റെ സാധനങ്ങളുമായിട്ട് എന്റെ കുഞ്ഞ്. അപ്പൊ എന്റെ ഇളയ ഞങ്ങളെ 3-ാമത്തെ ദിവസം, അവൻ 6ാം ക്ലാസ്സിൽ പഠിക്കുക, ഒരു കൊച്ചു 6ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ എന്തോ ജ്ഞാനമുണ്ട്, കിലോമീറ്ററുകൾ ബസ് കയറിയാ വരുന്നത്. ആരും ഒരു അപ്പനോട് മരിച്ചു കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഒരു നിന്ന പോലായി. നമുക്ക് സാമ്പത്തികമില്ലെങ്കിൽ സാമ്പത്തികമായ മാനദണ്ഡം ഉപയോഗിച്ച് ആൾക്കാരുടെ വില ഓരോരുത്തരും അളക്കുന്നതെന്ന് എനിക്കന്ന് മനസ്സിലായി. എല്ലാവർക്കും ഒരു നിന്ന പോലെ, സ്വന്തക്കൾക്കും ബന്ധുക്കാർക്കും ചുറ്റുപാടുകൾക്കും ഒരു നിന്ന പോലെ, ഒരു അവഹേളനം. മഞ്ഞപ്പിത്തവും കൂടെ ആയപ്പോ ഒരു വല്ലാത്തൊരു അവഹേളനം പോലെ പോകുന്നത്. കർത്താവ് മാത്രമേ ആശ്രയമുള്ളൂ. അന്നും എനിക്ക് ആശ്രയിക്കുവാൻ ഈ കർത്താവ് മാത്രമേ ഉള്ളൂ. കർത്താവിൽ ഞാൻ ആശ്രയിക്കുക. എന്റെ ആവശ്യം പറയുമ്പോൾ ആ സ്പോട്ടിൽ എനിക്ക് അത്ഭുതകരമാണ് കാണാൻ പറ്റിയത്. പിന്നെ എന്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുവന്നു. അങ്ങനെയായി. പിന്നെ കുറെ നാൾ കഴിഞ്ഞു. മൂത്ത മോള് 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഞങ്ങളുടെ വീട്ടില്, ഞങ്ങൾ ഭർത്താവുമായിലായിരിക്കും, മൂത്ത മോള് 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നായർ സമുദായത്തിന് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് വലിയ ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു സഹോദരി, ഞങ്ങളുടെ അപ്പച്ചൻ ഇച്ചിരി മുൻകോപക്കാരനും അമ്മായിപ്പൻ എന്ന് പറയുന്നത് ഇച്ചിരി മുൻപ് ആരും അങ്ങനെ വീട്ടിൽ കയറി വരികയില്ല, മർത്തോമായിലാണെന്ന് പറഞ്ഞാലും. അപ്പൊ ഈ സഹോദരി സുവിശേഷവുമായിട്ട് വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് ഈ സഹോദരി പറഞ്ഞു, സിസ്റ്ററെ ദൈവം കണ്ടതാ. സിസ്റ്റർ ഈ മാർത്തോമായിലെ ഏതെല്ലാം ചുമതലയിൽ നിന്നെന്ന് പറഞ്ഞാലും സിസ്റ്ററെ ദൈവം കണ്ടതാ, ഇല്ലെങ്കിൽ പിന്നെ വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ മാർത്തോമായിലെ സേവിയ സംഘത്തിന്റെ സെക്രട്ടറി, കൊയറിന്റെ ലീഡർ, സെൻട്രൽ സ്കൂൾ അധ്യാപിക, പിന്നെ സെന്ററിന്റെ ജോയിന്റ് സെക്രട്ടറി, ഇങ്ങനെ കുറെ ചുമതലകളിലൂടെ ഒക്കെ കടന്നു പോകുക. അപ്പൊ നമ്മുടെ ആരോഗ്യമുള്ള സമയങ്ങള് നമുക്ക് നല്ല, നമ്മൾ പറയത്തില്ലേ ചോരത്തിളപ്പുള്ള ഒരു കാലഘട്ടം എന്ന് പറയത്തില്ലേ, ആ ഒരു കാലഘട്ടത്തിൽ അപ്പൊ ഒന്നിനും കുറവില്ല. 2 മുതലാളിമാര് വീട്ടിൽ, പഴയ കാലത്ത് പറഞ്ഞ 2 ബിസിനസ്സുകാർ വീട്ടിൽ, ഇഷ്ടം പോലെ സമ്പത്ത്, ഒരു കാര്യത്തിലും ഒരു നന്മയ്ക്കും കുറവില്ല. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയുക, ദൈവാത്മാവ് എന്നെ ഇങ്ങനെ കാണിക്കുന്നു, ഓതളങ്ങ പഴുത്ത് പൊട്ടുന്നത് പോലെ ബാബു സഹോദരന്റെ ബിസിനസ് തകിടം മറിയുന്നു ദൈവാത്മാവ് കാണിക്കുന്നു. എനിക്കൊന്നും പിടികിട്ടില്ല. ദൈവാത്മാവ് എന്തുവാ കാണിക്കുന്നത്? ദൈവ ശബ്ദം ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ആത്മാവ് ഇങ്ങനെ കാണിക്കുമോ? എനിക്ക് അറിയത്തില്ല. ഈ സഹോദരി എന്തോ പറഞ്ഞെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ഡിസംബർ മാസമായപ്പോ ഞങ്ങളുടെ വീട്ടില് IPC സഭയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാസ്റ്റർ ഇങ്ങനെ വിസിറ്റിങ്ങിന് വന്നിട്ട് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വെളിയില് നക്ഷത്രം തൂക്കിയിട്ടിട്ടുണ്ട്. ആ നക്ഷത്രത്തെ നോക്കിയിട്ട് ഈ ദേവദാസൻ എന്നോട് ചോദിച്ചു, സിസ്റ്ററെ ഈ നക്ഷത്രത്തിനകത്താണോ ദൈവം ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഈ നക്ഷത്രത്തിനകത്തല്ല ദൈവം ഇരിക്കുന്നത്, പക്ഷെ ഇങ്ങനെ കർത്താവ് ജനിച്ചതിന്റെ ഓർമ്മയ്ക്കായി തൂക്കിയിടുക എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, അപ്പൊ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു തോട് ഒഴുകുന്നുണ്ട്. ആ തോടിന്റെ അവിടുന്ന് ഞങ്ങളുടെ തന്നെ പറമ്പ റോഡിലോട്ട് കയറാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു പാല വിട്ടിട്ടുണ്ട്. ആ പാലത്തിന്റെ അവിടെ ചെന്നിട്ട് ആ IPCയിലെ ആ ദേവദാസനും ഒരു അച്ഛനും വേറൊരു അച്ഛനും ഉണ്ട്. തിരിഞ്ഞു നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ദൈവം കണ്ടതാ. പിന്നെ സിസ്റ്ററെ ഇപ്പൊ ഇറങ്ങി തിരിച്ചില്ലെങ്കിൽ അടിച്ച് ഇടിച്ച് പരുവമാക്കി ദൈവം വിശ്വാസ ജീവിതം എന്താണെന്നുള്ളത് പഠിപ്പിക്കും. അപ്പൊ ഞാൻ ഏത് ദൈവദാസന്മാര് വീട്ടിൽ വന്നാലും ആര് വന്നാലും ഞാൻ അവരെ സ്വീകരിക്കുക. അവർക്ക് കാപ്പിയോ ഭക്ഷണമോ എന്തായാലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അത് എന്റെ ചെറുപ്രായം മുതൽ ഞാൻ കണ്ടുപഴുന്ന ഒരു ശീലമായതുകൊണ്ട് ഞാൻ അത് ചെയ്യും. അത് എന്റെ വീട്ടിൽ, ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടിലായാലും ആര് വന്നാലും ഭക്ഷണം കൊടുത്തേ വിടത്തുള്ളൂ. ഇവിടെയും അതൊരു പ്രത്യേകതയാണ്. അപ്പൊ ഞാൻ ഈ ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ സ്വീകരിച്ചുവെങ്കിലും എനിക്ക് പറഞ്ഞപ്പോ ആ ദൈവദാസനോട് ഞാൻ പുറമേ പറഞ്ഞില്ലല്ലോ, ഞാൻ പറയുക, ഉള്ളി പറയുക, മർത്തോമായിലില്ലാത്ത ഒരു യേശു എന്തോ പെന്തക്കോസുകാരുടെ ഇടയിലുള്ള ഒരു യേശു. അതെന്തോ യേശു പെന്തക്കോസുകാർ വിളിക്കുന്ന യേശു. അതായത് എനിക്ക് ഒരിച്ചിരി വെറുപ്പോടാ ഉള്ളില്, ഞാൻ ഒരിച്ചിരി വെറുപ്പോടാ. കാരണം മർത്തോമായി ഞാൻ പോകുന്നുണ്ടല്ലോ. അത്രയും ഞാൻ ചോദിക്കുന്നു. പിന്നെ പിറ്റേ ആഴ്ചയില് ഞാനിങ്ങനെ ഞങ്ങളുടെ എന്നെ കെട്ടിച്ചോണ്ട് വന്ന വീട്ടില്, ഇവിടെ മർത്തോമായില്ല എന്നെ കെട്ടിച്ചോണ്ട് വന്നത്, ആ വീട്ടിലെ ഓരോരുത്തർ ഒരു അച്ഛന് വയ്യാതെ കിടക്കുന്നു. അവിടെ ഒരു പാട്ട് പാടി ഇങ്ങനെ ഇരുന്നപ്പം
ഞാൻ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആത്മാവിലായി എന്റെ മേൽ അന്യഭാഷയാ തരുന്നത്. അപ്പൊ അടുത്തിരിക്കുന്ന ഒരു അമ്മച്ചി പറഞ്ഞു, ഇത് ഭൂതത്തിന്റെ പാട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവെ, ഭൂതത്തിന്റെ പാട്ടാണെങ്കിൽ എനിക്ക് വേണ്ട. അപ്പൊ ഭൂതത്തിന്റെ പാട്ടാണെങ്കിൽ എനിക്ക് വേണ്ട എന്ന് അതേ. പിന്നെ ഞാൻ വലിയ വില കൊടുക്കേണ്ടി വന്നു. പിന്നീട് എനിക്ക് തിരികെ ആ അന്യഭാഷാ വരം തിരികെ പ്രാപിക്കുക. അവിടെ നിന്ന് പിന്നീട് ഞങ്ങളുടെ ബിസിനസ്സുകളെല്ലാം തകിടം മറിയുക. ഈ തകിടം മറിയുന്നതിന് ഇപ്പുറം ഈ ദൈവദാസൻ, IPCയിലെ ആ ദൈവദാസൻ വന്ന് ഞങ്ങളുടെ വീട്ടിനകത്ത് വന്ന് ഈ ദൂത് അറിയിക്കുമ്പോൾ, എന്റെ വീട്ടിൽ എന്ന് പറയുന്നതും എന്നെ കെട്ടിച്ചുകൊണ്ട് വരുന്ന വീടുമായിട്ട് 12 കിലോമീറ്ററിന്റെ അകലത്തില് അവിടെ ചർച്ചോക്കോളി ഒരു ദൈവദാസ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിനെ കുറിച്ച് ദർശനം കൊടുത്തിട്ട് എന്റെ വീട്ടിനകത്ത് എന്റെ അമ്മയോട് എന്ന് പറഞ്ഞു, മക്കളിൽ ഒരാൾക്ക് ഒരു സന്ദർശനം അയച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അത് സന്ദർശനം എന്താ, ഈ കുടുംബത്തിനകത്ത് ഒരു ദൈവിക സന്ദർശനം വീണിട്ടുണ്ട്, മക്കളുടെ ഒരാൾക്ക് ഒരു സന്ദർശനം വീണിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് അതെന്താ സന്ദർശനം എന്താണ് എന്നുള്ളത് എന്നോട് ആ പാസ്റ്റർ, ഇവിടെ IPCയിലെ പാസ്റ്റർ എന്ന് പറയുമ്പോൾ ആ സ്പോട്ടിൽ അവിടെ എന്റെ അമ്മയോട് എന്ന് പറയുന്നു. അപ്പൊ അത് കഴിയുമ്പോൾ പിന്നീട് നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ബിസിനസ് മൊത്തവും തകിടം മറിയുക. മൊത്തവും തകിടം മറിഞ്ഞ് ഒരു നിവർത്തിയില്ലാതായി. ജ്യേഷ്ഠനും ഞങ്ങൾ ഇന്ന് 2-3 വർഷം കഴിഞ്ഞപ്പോൾ അവരും മാറിപ്പോയി, വേറെ വീട് വെച്ച് അവരും അവരുടേതായിട്ടുള്ള ഒരു ലെവലിൽ അവരൊക്കെ ഹൈ പൊസിഷനിൽ ജീവിച്ചു പോകുക. അപ്പൊ ഈ ബിസിനസ് ഓരോന്ന് തകിടം മറിഞ്ഞ് പപ്പായ്ക്ക് ഒരു ഓർമ്മയില്ലാതാകുക. പിന്നെ രാത്രി കാലങ്ങളിൽ ഷട്ടർ തുറന്നേച്ച് വരിക, കട പൂട്ടാതെ വരിക രാത്രിയില്. അപ്പൊ പണമുള്ളപ്പം വലിയ മുതലാളിമാരും പോലീസുകാരും ഒക്കെ കൂട്ടുകാരൻ. നമുക്കൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ആരും നമ്മളെ സഹായിക്കാൻ കാണത്തില്ല, ദൈവം മാത്രമേ കാണത്തുള്ളൂ. അത് ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. അപ്പൊ രാത്രിയില് വലിയ അവിടുത്തെ ദേശത്തെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് പാതിരാത്രി 2 മണിക്കൊക്കെ ശമുവേലെ നീ കട തുറന്നിട്ടിട്ടാണോ വന്നേ എന്നൊക്കെ ചോദിച്ചപ്പോ അവിടെ ചെന്ന് നോക്കുമ്പോൾ സംഭവം ശരിയാ, കട തുറന്നിട്ടിട്ടാ വന്നേക്കുന്നത്, പൂട്ടാതെ വന്നേക്കുക. ഒരു പ്രാവശ്യം കട പൂട്ടിയിട്ട് താഴത്താക്കോലും എല്ലാം കൊണ്ട് അവിടെ തന്നെ ഇട്ടിട്ട് വന്നു. അപ്പോ അവിടെ തൊട്ട് തകിടം മറിയുകയാണ്. ബിഗ് സീറോ ആയി, യാതൊരു നിവർത്തിയില്ല. അപ്പോ കടയെന്ന് പറയുമ്പോ പലർക്കും സ്റ്റേഷനറി ഇപ്പുറത്ത് ആയുർവേദം, അപ്പൊ അതുപോലെ ബിസിനസ് നടത്തുക. ഈ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ അവിടെ അടുത്തുള്ള ഒരാൾ വന്ന് പറഞ്ഞു, ഇനിയും തൊട്ട് നീ ഇവിടെ കച്ചവടം ചെയ്യല്ല, നീ വേറൊരിടത്ത് പോയി കച്ചവടം ചെയ്യണം, നിന്റെ സ്ഥലത്ത് പോയി കച്ചവടം ചെയ്യും, ആ മുക്കിന് പോയി കച്ചവടം ചെയ്യുക. അന്നേരം പപ്പ പറഞ്ഞു, ഞാൻ ഇത്ര വർഷമായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്ന, ഇതുവരെ എന്നോട് ആരും ഇത് പറഞ്ഞിട്ടില്ല, എന്നാ ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഉണ്ടായ സംഭവങ്ങളാണ് ഈ തകിടം മറിച്ചിൽ ഒന്നൊന്നായി തകിടം മറിഞ്ഞ് ബിഗ് സീറോയിൽ വന്നു. യാതൊരു നിവർത്തിയുമില്ല. കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും, ഒരു നിവർത്തിയുമില്ല. ആരുടെ മുമ്പിൽ ചെന്ന് ഒന്നും ചോദിക്കാൻ വയ്യ. ഇളയ കുഞ്ഞിനെ ഞാൻ എന്തോ ചെയ്യും, അംഗൻവാടിയിലെ ഉപ്പുമാവെങ്കിലും വാങ്ങിച്ച് അവക്ക് കൊടുക്കാമെന്നുള്ള രീതിയിൽ അവളെ ഞാൻ അങ്ങനെ പറഞ്ഞു വിടും. അയ്യത്ത് ആ വർഷം പറമ്പില് ആ വർഷം ഇഷ്ടം പോലെ കുമ്പളങ്ങ ദൈവം തന്നു. ആ കുമ്പളങ്ങ തോരൻ വെക്കുക, കറി വെക്കുക, റേഷൻ കടയിലെ അരി വാങ്ങിക്കുക. അത് കുറെ നാൾ കഴിച്ചു. റേഷൻ കടയിലെ അരി കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വയറ്റുവേദന, ഇവർക്ക് എന്ത് കൊടുക്കും? ഒരു പ്രാവശ്യം അടുപ്പിനകത്ത് കത്തിക്കാനെ കൊണ്ട് ഒരു തീപ്പൊട്ടിക്കൊള്ളി എടുക്കാനില്ല, ഒറ്റ തീപ്പൊട്ടിക്കൊള്ളി. ഞാൻ ചെയ്ത എന്തുവാണെന്ന് ചോദിച്ചാൽ, ഒരു മണ്ണെണ്ണ വിളക്ക് എടുത്തിട്ട് അത് കത്തിച്ചിട്ട് അതിന്റെ തിരി താഴ്ത്തി വെച്ചിട്ട് ആ ഒറ്റ കൊള്ളിയും കൊണ്ട് എനിക്ക് മറ്റൊരു വീട്ടിൽ പോയി ഇല്ല എന്ന് പറഞ്ഞ് ചോദിക്കാൻ മടി, പോയി ചോദിക്കാൻ കൈ നീട്ടാൻ ഒരു മടി പോലെ. അപ്പോൾ ഈ തീപ്പെട്ടിക്കൊള്ളിയും കൊണ്ട് ഞാൻ ആ ലാമ്പ് അത് കത്തിച്ച് വെച്ചിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, പണ്ടനോ ഈച്ചയോ ഒന്നും ഈ രാത്രിയിൽ വന്ന് ഈ തിരി കെടുത്തി കളയല്ലേ, എന്റെ കുഞ്ഞുങ്ങൾക്ക്. സിസ്റ്റർ കേൾക്കാമോ? ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്റെ കുഞ്ഞുങ്ങൾക്ക് നാളെ ഇത് ആഹാരം പാകം ചെയ്ത് കൊടുക്കണം. എന്റെ കൃപയാൽ ആ തിരുനാളം കെടാതെ, ഇച്ചിരി മണ്ണെണ്ണേ ഉള്ളൂ, കെടാതെ രാവിലെ ഞാനത് ആ കുഞ്ഞുങ്ങൾക്ക് ആഹാരം പാകം ചെയ്തു. പിന്നീട് കുഞ്ഞുങ്ങളെ വളർത്താൻ പ്രയാസം, പിന്നീട് ഞാൻ പോയി വ്യാപാര വ്യവസായ ആ ഒരു തൊഴിൽദാന പദ്ധതി പോയി അത് ഇന്റർവ്യൂ പങ്കെടുത്ത് ഞങ്ങൾ പിന്നെ അടുത്ത ബിസിനസ് എടുക്കാം. അപ്പം ആ ആൾ അങ്ങനെ പറഞ്ഞ നിമിത്തം
ദൈവമക്കളെ ഞങ്ങൾ ഇങ്ങനെ സ്റ്റാൻഡിൽ അടുത്ത ബിസിനസ് ഇട്ടു. അത് ഡെവലപ്പായി എന്ന് അടയ്ക്കാൻ ചെല്ലുന്നു. അന്ന് കുറെ ചില്ലറ തുട്ടുകൾ ഈ കടയുടെ ഫ്രണ്ടിൽ കാണും, എന്നും കാണും. രണ്ടാമതും ഇട്ട കട പൊട്ടി. മൂന്നാമത് പിന്നെയും ബിസിനസ് ഇട്ടു. ആ ബിസിനസ്സിൽ എന്നെ കടത്തി. ഞാൻ പോയി ഇത് ഇന്റർവ്യൂ പാസ്സായി, ഞാൻ മൂലമായി. അപ്പൊ എന്നോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, നീ എന്നും അപ്പൊ ആ ഇന്റർവ്യൂ പാസ്സാണെങ്കിൽ അവര് ക്ലാസ് തന്നിട്ട് അവർക്ക് നമുക്കിത് ചെയ്യാനുള്ള ഇവർ പൈസ തന്നാൽ, ഒരു ഉപാധി ഇല്ലാതെ തന്നെയാണ് ഈ പൈസ തന്നാൽ ഇവരിത് സുരക്ഷിതമായി കൈകാര്യം ചെയ്യുമോ, ഇതെല്ലാം നോക്കിയിട്ടൊക്കെയാണ് അവരതിന്റെ പഠന ക്ലാസ്സുകളും എല്ലാം തന്നിട്ടാണ് ഇവർ ഈ പൈസ തന്നെ. പക്ഷെ ഈ 16 ദിവസവും ഞാൻ കോഴഞ്ചേരിയിലുള്ള റിട്രീറ്റ് സെന്ററിലാണ് ക്ലാസ് ഞങ്ങൾക്ക് നടക്കുന്നത്. ഒരു സാറ് വന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ബാങ്കിന്റെ സാറുമാരും ഒക്കെ വന്ന, ഞാൻ മാത്രമല്ല, ഇത് സെലക്ട് ആയിട്ടുള്ള കുറെ പേരുണ്ട്. 1000 പേരിൽ 100 പേർക്ക് ഇത് കിട്ടിയിട്ടുള്ളൂ. അപ്പോ എന്നെ ഫോളോ ചെയ്ത വ്യക്തി ഉണ്ടെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. എന്നോട് ഒരാൾ ചോദിച്ചു, നീ 10-16 ദിവസം കൊണ്ട് ഈ കോഴഞ്ചേരി പാലത്തെ കൂടെ നീ എവിടെ പോവുക? അന്നത്തെ കാലത്ത് ഞാൻ ശരിക്കും മറുപടി കൊടുക്കുക. ഞാൻ പറഞ്ഞു, തീപ്പെട്ടിക്കൊള്ളിയും കൊണ്ട് കോഴഞ്ചേരി പാലം അടക്കാൻ പോവാന്ന്. അങ്ങനെ ഞാൻ മറുപടി അന്ന് കൊടുത്തത്. എന്തോ എനിക്ക് അങ്ങനെ അങ്ങ് കൊടുക്കാൻ തോന്നി. പക്ഷെ ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഈ ലോൺ പാസ്സാകുന്ന സമയത്ത് എന്നോട് അസിസ്റ്റന്റ് മാനേജറെ ഞങ്ങൾക്കത് വീട്ടാനുള്ള ത്രാണിയുണ്ടോ എന്നറിയാം, ഞങ്ങളുടെ വീട്ടിൽ വീഴുന്നു. അസിസ്റ്റന്റ് മാനേജർ എന്നോട് ഒരു കാര്യം പറഞ്ഞു, ഈ ലോൺ പാസ്സാകുന്നിടം വരെ നിങ്ങളുടെ കയ്യിൽ ഈ പൈസ കിട്ടുന്നു ആരോടും പറയട്ടെന്ന് പറഞ്ഞു. പിന്നീട് അതെന്താ അങ്ങനെ പറഞ്ഞെന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് നടക്കുന്ന സംഭവങ്ങൾ ഓരോന്നും ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ലാതെ, ഒരു നേരത്തെ ആഹാരത്തിനും വഴിയില്ല, പട്ടിണിയോട് പട്ടിണി, എല്ലാവരാലും നിന്ദിക്കപ്പെട്ടു. എനിക്ക് സംസാരിക്കാൻ വയ്യ, നാക്കെടുക്കാൻ വയ്യ, കൊണ്ടുവന്ന് തപ്പി നോക്കുക, കൈയും കൊണ്ട് ഇങ്ങനെ അടിച്ചേച്ചിട്ട് ആംഗ്യത്തിൽ പറയും, ഒരു ഗ്ലാസ് വെള്ളം വേണം. എന്തോ പറ്റി? അസുഖം ഉണ്ടായോ? എന്തോ പറ്റി അന്നേരം? ഒന്നും അറിയത്തില്ല, ശരീരത്തിന് തളർച്ച പോലെ കാണപ്പെടുക. എന്റെ ഒരു അനുഭവം എന്ന് വെച്ചാൽ, ഞാൻ നിൽക്കുന്നിടത്തൊക്കെ ആന എന്നെ ഓടിക്കുക, പാമ്പ് എന്നെ ഓടിക്കുക. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും ഞാൻ ആനയെ കാണുക, ആനയുടെ രൂപം. എവിടെല്ലാം തിരിയുന്നു അവിടെ എല്ലാം ആനകൾ നിൽക്കുന്ന പോലെ തോന്നുന്നു. ഈ ഒരു അനുഭവം ഉണ്ടാകുക. കയ്യും കാലും കെട്ടി വരിഞ്ഞു മുറുക്കി വെച്ചേക്ക് എനിക്കൊരു സ്റ്റെപ്പ് വെക്കാൻ വയ്യ. അപ്പൊ അങ്ങനെയായി രാവിലെ അലോപ്പതി ആശുപത്രി കൊണ്ടുപോവുക, വീട്ടിൽ അലോപ്പതി ആശുപത്രി കൊണ്ടുപോയി 2 മണിക്കൂർ കൊണ്ടുവരുമ്പോൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോഴത്തേ അടുത്തത് ഹോമിയോ ആശുപത്രിയിലോട്ട് പോവുക, പിന്നീട് അടുത്തത് ആയുർവേദ ആശുപത്രി പോവുക. അങ്ങനെയായി എന്റെ സഹോദരങ്ങളെല്ലാം കൂടെ എന്നെ കൊണ്ടുപോയി. അപ്പൊ നാക്ക് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് അങ്ങ് തോന്നുക നാക്ക് എടുക്കാൻ പറ്റും, നാക്ക് ചത്തിരിക്കുന്ന പോലെ എനിക്ക് തോന്നുക. എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ഒരു ഗ്ലാസ് വെള്ളം വേണം, ഇങ്ങനെ അടിച്ചേ ചെയ്യാൻ പറയും, ഒരു ഗ്ലാസ് വെള്ളം വേണം. ആ ഒരു ലെവലിൽ പോവുക. അപ്പൊ ഇവർ എന്നെ ട്രിവാൻഡ്രത്ത് അവിടുത്തെ എൻഡോക്രൈനോളജി വിഭാഗത്തിലെ ഡോക്ടർ ബി ജയകുമാർ എന്ന് പറഞ്ഞ ഡോക്ടറുടെ വീട്ടിൽ കൊണ്ടുപോയി. ഡോക്ടർ ഇങ്ങനെ ആകമാനം പരിശോധിച്ചിട്ട് പറഞ്ഞു, കണ്ടിട്ട് പറഞ്ഞു, തൊണ്ടയ്ക്ക് ഒരു ചെറിയ നൊടിയുകളുണ്ട്, ഈ പറയുന്ന അത് തൈറോയിഡിന്റെയാണ്, ഈ പറയുന്ന ലക്ഷണങ്ങളൊന്നും ഈ രോഗവുമായിട്ട് ബന്ധപ്പെട്ടതൊന്നുമല്ല, നിങ്ങൾ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞു. ഒരു തൈറോനോമിന്റെ ഗുളികയും തന്നിട്ട് പറഞ്ഞു, ഇത് കഴിച്ചാൽ മതി, ഇത് നിങ്ങൾ കൊണ്ടുപോക്കോ, ഈ വലുതായിട്ടൊന്നും ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇത് 2 ഡോക്ടേഴ്സും ഇത് കണ്ടുപിടിപ്പിച്ചേക്കുന്നത്. എനിക്ക് പക്ഷെ തളർച്ചയെ സംസാരിക്കാൻ വയ്യ. അങ്ങനെയായി ട്രിവാൻഡ്രത്ത് പിന്നെയും കൊണ്ടുപോയപ്പോൾ അന്നത്തെ കാലഘട്ടമല്ലേ, ഡോക്ടേഴ്സ് എങ്ങാണ്ട് നോക്കുന്നു. ഏതോ ഒരു ഡോക്ടർ കൊണ്ടുവന്നു എന്നെ ആകെപ്പാടെ നോക്കിയിട്ട് പറഞ്ഞു, ഒരു രോഗവും ഇല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൊ അമ്മയാണെങ്കിൽ എന്നെ അഹമ്മക്കാരുടെ ഒരു റൂമുണ്ട്, അവര് ഇങ്ങനെ രോഗികൾക്ക് വേണ്ടി ഇട്ടിടക്കുന്നത്. ഞങ്ങൾ വർത്തമാനക്കാരായോണ്ട് അവരോട്ട് കൊണ്ടുപോയി. ആ റൂമിൽ കിടന്നപ്പോ ആ കൊണ്ടുപോയ ഓട്ടോക്കാരൻ പറഞ്ഞു, ഇവിടെ ജീസസ് കോഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് ദിനകരന്റെ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട്, പ്രയർ ടവർ എന്ന് പറഞ്ഞ് അവരോട്ടൊന്ന് കൊണ്ടുപോയി. ഈ അമ്മാമ്മയ്ക്ക് രോഗമൊന്നുമല്ല, ആ ഓട്ടോ ഡ്രൈവർ പറയുക. അപ്പൊ അവിടെ കൊണ്ടുപോയി ഞാൻ അതിനകത്തോട്ട് കേറുവേ, അവര് യേശുവിന്റെ നാമത്തിൽ നിന്നോ എന്തോ ഒന്ന് പറഞ്ഞ് ഞാൻ പുറകോട്ട് വീണത് എനിക്ക് ഓർമ്മയുണ്ട്. അമ്മയാണെങ്കിൽ അങ്ങ് ഭയപ്പെട്ടു പോയി, ഞാൻ പുറകോട്ട് വീണു. അപ്പൊ അവര് പറഞ്ഞു, ഇവിടെ അടുത്ത ദിവസങ്ങൾ ഉപവാസം ഇരിക്കുക, ഈ ആൾക്ക് രോഗമല്ല, ഇതൊരു രോഗാത്മാവാ,
അമ്മ ഒരു കാര്യം ചെയ്യും, നാളെ ഇവിടെ ഉപവാസമുണ്ട് ഈ ആണുങ്ങൾ. അപ്പൊ രാത്രിയായി, ഒരു 11 ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എടുത്തേക്കുന്ന ആ റൂമില് മർഹമക്കാടെ ആ റൂമിൽ തിരിച്ച് കയറ്റത്തില്ല, അവര് ഗേറ്റെല്ലാം അടക്കി. അപ്പൊ അമ്മ എന്നെ തിരിച്ച് പിന്നെ വീട്ടിൽ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് പ്രാർത്ഥനയെ കൊണ്ടുവന്നില്ല, വീട്ടിൽ കൊണ്ടുവന്നു. അമ്മയും കുഴഞ്ഞു, ഭർത്താവ് കുഴഞ്ഞു, മക്കൾ ഒരിടത്ത്, ഭർത്താവ് ഒരിടത്ത്, ഞാൻ മറ്റൊരിടത്ത്. ആ ഒരു കാലഘട്ടമായപ്പോ ചർച്ച ബോർഡില് ഒരു ദൈവദാസൻ, ഞാൻ പറഞ്ഞല്ലോ അന്ന് എന്റെ വീട്ടിൽ ചെന്ന് ദൂത് പറഞ്ഞ ഒരു ദൈവദാസൻ, ആ ചർച്ച ബോർഡിലെ തന്നെ ആ ഒരു ഏരിയയിലെ, എന്റെ വീട്ടിലെ ഒരു ഏരിയയിലെ ഒരു വലിയ കാശുള്ള ഒരു കുടുംബത്തിലെ ആള് യാക്കോബയിൽ നിന്ന് അവർ രക്ഷിക്കപ്പെട്ട് രക്ഷാനിർണയം പ്രാപിച്ച് അവർ വിശ്വാസത്തിൽ പോകുന്ന സമയം ആ അപ്പച്ചനും കൂടെ കയറി വീട്ടിൽ വന്നിട്ട് എന്നെ അങ്ങ് അവരുടെ ആ പ്രാർത്ഥനയിലോട്ട് അങ്ങോട്ട് അമ്മയുടെ പേര് അറിയാമേ കൊച്ചെ, ഞങ്ങള് ഈ മോളെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ അങ്ങ് കൊണ്ടുപോവാ, പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ വൈകിട്ടിഞ്ഞ് വിട്ടോളാം, ഒരു ദൈവദാസൻ വരുന്നുണ്ട്. പക്ഷെ ആ ദൈവദാസന് അപ്പൊ ഈ പെന്തക്കോസുകാരുടെ ആരാധനയിൽ ഞാന് ആദ്യമായിട്ട് ഇങ്ങനെയുള്ളൊരു ആരാധനയെ പോയി. ഞാൻ അന്യഭാഷ പറയുന്നുണ്ടെങ്കിൽ എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ ഇത് ഭൂതത്തിന്റെ ആത്മാവാണെങ്കിൽ എനിക്ക് ഈ അന്യഭാഷ ഇനി വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. ഭൂതാത്മാവ് ഉള്ള അന്യഭാഷ എന്നെ വേണ്ടാന്ന് പറഞ്ഞു. എനിക്കിനി അത് വേണ്ട, എനിക്കിനി അത് തരികേ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ആ ആരാധനയിൽ പോയിരിക്കുമ്പോ എനിക്ക് അങ്ങ് ചുറ്റുപൊള്ളുന്ന അനുഭവം പോലെ ഉണ്ടാവും. അപ്പൊ എന്റെ മൂത്താങ്ങളെ എന്ന് പറഞ്ഞാൽ എന്റെ നേരെ ഇളയ ആങ്ങളെയാ എന്റെ കൂടെ വരുന്നത്. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, അപ്പച്ചനും പറഞ്ഞു, അപ്പച്ചനും പറഞ്ഞു, വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ കൂടെ വന്നാട്ട്, സുജയുടെ കൂടെ ആരെങ്കിലും ഒരാൾ വന്നാട്ടെന്ന് പറഞ്ഞപ്പോ എന്റെ മൂത്താങ്ങളെ എന്റെ കൂടെ വന്നിട്ടുണ്ട്. രാത്രി ആ പ്രാർത്ഥന, ആ കൂട്ടായ്മ അങ്ങ് ഒരു ഗസ്റ്റ് പാസ്റ്ററെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങ് ഒരു 11:30 വരെ അങ്ങ് പോയി കഴിഞ്ഞ് ലാസ്റ്റിൽ ആ ദേവദാസൻ എനിക്ക് ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു തന്നു. പ്രാർത്ഥിച്ച ആ വെള്ളം തന്നെന്റെ അകത്തോട്ട് ശരിക്കും ഇറങ്ങിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ അകത്തളത്തിന്ന് കുത്തി വലിഞ്ഞ് മേലോട്ട് കയറുന്ന പോലുള്ള അനുഭവം ഉണ്ടാകുക. പക്ഷെ ഞാൻ ഇത് ഇവരോട് പറയുന്നില്ല. ആ ദേവദാസന് ഇനി ദൂരെ പോരണം, ഒരു 10-25 കിലോമീറ്റർ ഇനി ദൂരെ പോകണം. അപ്പൊ ഈ പ്രാർത്ഥിച്ച് വെള്ളം തന്നിട്ട് ഈ ദേവദാസന് ഇനി പോന്നു. അപ്പൊ ഈ കർത്തൃദാസനും കർത്തൃദാസിയും കൂടെ ഹോളിൽ കിടന്ന് എനിക്ക് വേണ്ടി അവർ ഈ ഹോളിൽ കിടക്കുക, പ്രാർത്ഥിച്ച ആലയത്തിനകത്ത് തന്നെ കിടക്കുക. ഒരു 4:30 ആയപ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പിന്നെ വാഷ്റൂമിൽ പോകണമെന്ന് തോന്നി. ഞാൻ ആ കർത്തൃദാസിയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മാമേ എന്നെ ഒന്ന് വാഷ്റൂമിൽ കൊണ്ടുപോകും, ഞങ്ങൾ എത്ര നേരം ഇങ്ങനെ കാത്തിരിക്കുക. ആ കർത്തൃദാസൻ പറഞ്ഞു, നിങ്ങൾക്കൊന്നീ ഛർദ്ദിലുണ്ടാകും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും, അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഹോളിൽ തന്നെ കിടന്നത്. ആ ഒരു അനുഭവം ഒരു 2 ദിവസം ഒരുപോലെ എനിക്കിങ്ങനെ വയറ്റിന്ന് ഒഴിഞ്ഞൊഴിഞ്ഞു പോകുന്ന അനുഭവം. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് എന്റെ ഇവിടുത്തെ പിടി വിട്ടുപോയി. എന്നെ ഈ കൈയും കാലും എനിക്ക് അടക്കാൻ വയ്യ, തളർന്നിരിക്കുക. എന്റെ ഇവിടുന്ന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തെ ഇവിടുന്ന് ഒരു പിടി വിട്ട് നമ്മൾ മുറുക്കി വെച്ചിട്ട് അഴിച്ചു വിടുമല്ലോ. അഴിച്ചു വിടുമ്പോൾ നമുക്കൊരു ആശ്വാസം, നമുക്ക് നടക്കാവുന്നുണ്ട്. അപ്പൊ ഭയങ്കര വെയിറ്റ് എന്റെ ശരീരത്തിൽ തോന്നിയ എനിക്ക് വലിയ ഭാരം തോന്നുമായിരുന്നു എന്റെ ശരീരത്ത്. ഞാൻ പിന്നെ പറന്നു നടക്കുന്ന പോലെ എനിക്ക് അനുഭവമായി. എനിക്ക് എന്റെ ഭാരം വഹിച്ചിട്ട് നടക്കാൻ പറ്റാത്ത അനുഭവത്തിൽ നിന്ന് എനിക്ക് പറന്ന് നടക്കാൻ പറ്റും. അപ്പൊ ഞാൻ തിരിച്ചു കയറി വന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി, ഇതുപോലത്തെ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി. ആ ഒരു പ്രാർത്ഥനയെ 3 ദിവസം ഇരുന്നു. 3ാമത്തെ ദിവസം ഞാൻ പറഞ്ഞ എന്നെ ഒരു അപ്പച്ചൻ കൊണ്ടുപോയി. ആ അപ്പച്ചന്റെ മോന്റെ വീട്ടില് ഉപവാസ പ്രാർത്ഥന പിന്നെ അവർ കണ്ടിന്യൂസ് ക്രമീകരിക്കുക, എനിക്ക് വേണ്ടി ക്രമീകരിച്ചത്. അപ്പൊ അവിടെ ശുശ്രൂഷ ദൈവദാസൻ പറഞ്ഞു, അവർ ആഭരണങ്ങളെ കരുവേരകത്തിന് കീഴിൽ കുഴിച്ചിട്ടു എന്നുള്ള ആ ഒരു പോയിന്റ് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ആ മെസ്സേജ് പറഞ്ഞു തീർന്നു, ഞാൻ പെട്ടെന്ന് എന്റെ കാതിലെ കുണുക്കും ആഭരണവും ഊരി ഞാൻ പറഞ്ഞു, എനിക്കിനി ആഭരണവും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് എന്റെ യേശുവിനെ മാത്രം മതി, എനിക്കിനി ഒന്നും വേണ്ട. അവർക്ക് പേടി, മക്കളെ ഞങ്ങളുടെയിലൊന്നും തരണ്ട, നിന്റെ ഈ തന്നെ വെച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ആഭരണം ഇല്ലാതെ പൊട്ടം കൊല്ലത്തിയായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വരണ്ടെന്ന് പറഞ്ഞ സഹോദരങ്ങളെല്ലാം കൂടെ എന്നോട് എതിർപ്പായി. അവിടെ ഞാൻ പിന്നെയും തിരിച്ച് എന്റെ ഭർത്താവിന്റെ വീട്ടിൽ വരിക. ഭർത്താവിന്റെ വീട്ടിൽ വന്ന് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇനി ഞാന് മർത്തോമ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ടില്ല. കാരണം എന്റെ ഇപ്പൊ എനിക്ക് ആനയൊന്നും കാണാൻ പറ്റുന്നില്ല. എനിക്കിപ്പൊ കാണുന്നത് ഞാനിപ്പൊ ഫ്രീ ആയതുപോലെ തോന്നുന്നു. എന്റെ മനസ്സിന് ഭയങ്കര സന്തോഷമായി, എന്റെ കെട്ടുകൾ അഴിയും, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ ഇനി മർത്തോമയിലോട്ടേ ഇല്ല.
ഞാൻ ഇനി പെന്തക്കോസിൽ പോവാം. അപ്പോഴത്തെ ഞാൻ ഈ എന്റെ ലീഡറെ അങ്ങനെയുള്ള ചുമതലകളൊക്കെ വഹിക്കുന്നതുകൊണ്ട് ഇവിടെയുള്ള അച്ഛനും അവിടെയുള്ള അച്ഛന്മാരും തമ്മിൽ എപ്പോഴും അന്വേഷണവും കാര്യങ്ങളും. എന്നെ തിരുവല്ല പുഷ്പഗിരിയിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 19-ാം തീയതി എന്ന് പറയുന്ന ഒരു ഡേറ്റില് അവിടെ റൂം എടുത്തിട്ടേക്കും എന്നെ അവിടെ അഡ്മിറ്റ് ആക്കി. എന്റെ അസുഖം എന്താണെന്ന് പുഷ്പഗിരിയിലെ ഡോക്ടേഴ്സ്, വേറെ ഏതാണ്ട് ഡോക്ടേഴ്സിനെ, സ്പെഷ്യലൈസ് ഡോക്ടേഴ്സിനെയൊക്കെ അച്ഛൻ തന്നെ വരുത്തി കണ്ടുപിടിക്കാനെ കൊണ്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരിക്കുക. ആ ഒരു സമയത്താണ് ഞാൻ വീട്ടിൽ പോകുന്നതും ഈ പെന്തക്കോസ്തിന്റെ അനുഭവത്തിലോട്ട് അവിടെ ആ പ്രാർത്ഥനയിൽ പോകുന്നതും ഈ മാലയും കമ്മലും ഊരി വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ എങ്ങോട്ടുമില്ല, ഞാൻ ഈ ഒരു വിശ്വാസത്തിലാണ്. അവിടെ നിന്ന് ഞങ്ങള് ഈ ഒരു വിശ്വാസത്തിലോട്ട് ഇറങ്ങി തിരിച്ച് ആ ഒരു അനുഭവത്തിൽ പോയപ്പോൾ ഒരുപാട് നിന്ദകൾ, ഒരുപാട് പരിശോധനകൾ, ഒരുപാട് നിന്ദകളിലൂടെ കടന്നു പോകേണ്ടി വരിക. ആരും സഹായമില്ല. അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ മർത്തോമായിലായിരിക്കുമ്പോൾ തന്നെ എന്റെ പപ്പ എന്നോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും? അപ്പൊ എന്നോട് ഇങ്ങനെ അകത്തോട്ട്, ഏലിയാവിന്റെ ദൈവം കരുതുന്ന ദൈവമാണെന്ന് പറയാ. ഞാൻ ആ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പപ്പായോട് പറയുക, അച്ഛാ, ഏലിയാവിന്റെ ദൈവം കരുതുന്ന ദൈവം, ആ ദൈവം നമ്മളെ കരുതും. ഞാൻ മർത്തോമായിട്ട് ആ സെവിയ സംഘത്തിന് ആ പ്രാർത്ഥനയിൽ പോയിരുന്നപ്പോ അവിടെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഐസക് പി ജോൺസൺ അച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛന്, ആ അച്ഛന് പിന്നെ അന്നെടുത്ത വചനം അതാ, കാക്കയെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കോയുന്നില്ല, കളപ്പുരയെ ശേഖരിക്കുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനെ കൊണ്ട് സത്യം പറഞ്ഞ 2 ദിവസം കൊണ്ട് ഒന്നുമില്ല, ഒരു വകയില്ല കൊടുക്കാന്. ഒരു കാപ്പി ഇട്ട ഒരു പഞ്ചസാര ഇട്ട് കൊടുക്കാൻ കുഞ്ഞുങ്ങൾക്കില്ല. ഒരു അതിനോട് ചേർന്ന് ശരിയായ വിധത്തിൽ കാപ്പിപ്പൊടി ഇട്ട് പോലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനില്ല. അതുപോലത്തെ ഭാരത്തിലൂടെ കടന്നു പോകുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ അപ്പൊ ഒരിക്കലും ചോദിക്കാതെ ചോദിച്ചു, കുഞ്ഞുങ്ങൾക്ക് എന്ത് നാളെ കൊടുക്കും? ഞാൻ അന്നേരം പറഞ്ഞു, ഇപ്പൊ എന്റെ അകത്താളത്തിൽ ആരാണ്ട് പറയാം, ഏലിയാവിന്റെ ദൈവം കരുതുന്ന ദൈവം എന്ന് പറയും. അച്ഛൻ അവിടെ പറയുക, ഞാൻ വേറെ ഒരു വിഷയമൊക്കെ എടുത്തു വന്നത്, ഇനിയിപ്പൊ അതൊക്കെ എടുത്തു വരുമ്പോഴത്തെ സമയം പോകും, എനിക്ക് വേറൊരു എടുത്തു വരെ പോകണം, ഞാൻ വേറൊരു വിഷയം പ്രസംഗിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇതാ പ്രസംഗിക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. ഞാൻ തിരിച്ചു വരുമ്പോ, ഞാൻ ആ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എന്റെ അടുക്കള നിറച്ച് അരി തൊട്ട് എല്ലാ സാധനങ്ങളും, അരി, ഗോതമ്പ്, പഞ്ചസാര, ഉപ്പ് എന്ന് വേണ്ട ഒരു വീട്ടിൽ എന്തെല്ലാം സാധനങ്ങൾ വേണോ ആ സാധനങ്ങൾ എന്റെ അടുക്കള മൊത്തം നിറഞ്ഞിരിക്കുക. അപ്പൊ എന്റെ ജ്യേഷ്ഠന്, ഞാൻ പറഞ്ഞല്ലോ കടയായിരുന്നു, ജ്യേഷ്ഠനോട് ദൈവാത്മാവ് സംസാരിച്ചു. നമ്മൾ ആരോടും ചോദിച്ചതല്ല, ദൈവാത്മാവ് സംസാരിക്കുക, മോന്റെ കൈ കൊടുത്തു വിട്ടേക്കുക സാധനം. ഏലിയാവിന്റെ ദൈവം കരുതുന്ന ദൈവം, സ്തോത്രം. അതന്നെ ദൈവം കർത്താവ് പഠിപ്പിച്ചു. കർത്താവിനോട് പ്രാർത്ഥിച്ച, കർത്താവിൽ ആശ്രയിച്ച അവൻ ശ്രേഷ്ഠകരമായിട്ട് ചെയ്യും. ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ, 1 മാസത്തേക്കുള്ള സാധനങ്ങൾ അവിടെ തൊട്ട് കർത്താവ് ഞങ്ങൾക്ക് പട്ടിണി കിടത്താൻ വലുതായിട്ട് ഇടവരുത്തിയിട്ടില്ല. പിന്നെ ഞങ്ങള് പകുതിക്ക് റബ്ബർ സ്കോട്ടറിനെടുത്ത്, അല്ലാതെ നമുക്ക് മറ്റൊരു കാര്യം ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നോളൂ, നമുക്ക് മറ്റൊന്നും അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ പിന്നീട് വരുന്ന പെന്തക്കോസ്തിന്റെ അനുഭവത്തിലോട്ടാണ് വരുന്നത്. എനിക്ക് ഈ പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ വരുന്നതിന് മുമ്പ് പാതിരാത്രി 1 മണി വരെയൊക്കെ ഞങ്ങളുടെ ആ കോന്നി പ്രദേശത്തുള്ള IPC സഭയിലെ ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭർത്താവിന്റെ വീട്ടിൽ വരുമ്പോ ഇങ്ങനെ കെട്ടു വീഴുന്ന പോലുള്ള അനുഭവം ഉണ്ടാക്കുക. അതെനിക്ക് അറിയത്തില്ല, അത് അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ. അത് പറഞ്ഞാൽ വീട്ടിലോട്ട് ചെല്ലുമ്പോ, എന്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോ അനുഭവമില്ല, പക്ഷെ തിരിച്ചിപ്പോട്ട് വരുമ്പോ ഈ കെട്ടു വീഴുന്ന അനുഭവം ഉണ്ടാകുമായിരുന്നു. അങ്ങനത്തെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയപ്പോ പിന്നെ അവിടെ IPCയിലെ 2 അമ്മാമ്മമാര് കയറി വന്നിട്ട് പറഞ്ഞു, നീ ഇനി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടണം. ഇവരിത് പറഞ്ഞേച്ചു പോയി. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ചർച്ചക്കോടി പോയെന്ന്, ആ ചർച്ചക്കോടി പോയ സമയം മുതൽ, അന്ന് മുതൽ ഒരാഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ഞാൻ കാണുന്ന ഒരു സ്വപ്നമുണ്ട്. ഞാൻ വലിയ ഒരു പാറയിലൂടെ ഓടി നടക്കും, പറന്ന് കിടക്കുന്ന ഒരു പാറയാണ്. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വീട്ടില് ഇടുക്കിക്കാൻ ഒരു മാത്യു ഉപദേശി എന്ന് പറഞ്ഞൊരു ഉപദേശി വരും. അദ്ദേഹം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സുവിശേഷം അറിയിക്കുന്നേ. ഞങ്ങൾ മർത്തോമായിലാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ വരികയും അദ്ദേഹം അവിടെ വന്ന് വിശ്രമിക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ സ്വപ്നത്തിൽ കാണുന്ന ഈ അപ്പച്ചന്റെ കൂട്ടുള്ള, ഈ അപ്പച്ചൻ ഉപദേശിയുടെ കൂട്ടുള്ള, ഈ മാത്യുസ്ഥാന്റെ കൂട്ടുള്ള ഒരാള് വെളുത്ത ഇങ്ങനെ ജുബ പോലുള്ള ഒരു സാധനം ഇങ്ങനെ ധരിച്ചിട്ട് ഫുള്ള് വെള്ളയാണ്, തലമുടി മൊത്തം
മൊത്തം ഭയങ്കര പഞ്ഞി പോലും വെളുത്ത് കിടക്കുന്ന ഒരാള്. ഈ പാറയിൽ കൂടെ ഞാൻ നടക്കുമ്പോ എന്റെ കൈ വലങ്കരത്തിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ചു വെച്ച് പിന്നെ ഞാൻ ഇറങ്ങുന്നത് ഭയങ്കര തെറ്റലുള്ളിടത്തോട്ട് ചെങ്കുത്തായിട്ട് ഇറങ്ങി കഴിയുമ്പോഴും എന്റെ കൈ ഈ പിടിച്ചിരിക്കുന്ന ആള് കൈ വിടുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ വലിയ തെളിഞ്ഞ വെള്ളമാണ്. ആ തെളിഞ്ഞ വെള്ളത്തിനകത്തൂടെ എന്നെ ഇറക്കിയിട്ട് പിന്നൊരു ഈടി പോലെ കയ്യാലെ ഈടി പോലെ കിടക്കുന്ന ആ കുത്തുകല്ലേ കൂടെ എന്നെ ഇവിടെ കയറ്റി കഴിഞ്ഞിട്ട് ആ ഒരു അതിർപരമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നെൽപ്പാടം ആ നെല്ലെന്ന് പറഞ്ഞാൽ ഒരു പതിരില്ല, മൊത്തം സ്വർണം, നമ്മൾ പറയത്തില്ല സ്വർണം പോലും വിളഞ്ഞിരിക്കുന്ന ആ നെൽവയലിനകത്തൂടെ ഞാൻ പിന്നെ അതിന്റെ മണ്ടേ കൂടെ പറന്ന് മുകളിലോട്ട് പോകുന്ന അനുഭവം. അങ്ങനെ ഒരാഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ഇത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഈ സ്വപ്നം കാണും. അപ്പോഴാണ് എനിക്ക് വീട്ടിലോട്ട് വരുമ്പോ ഈ കെട്ട് വീട് കാണും പറഞ്ഞില്ലേ, അന്നേരം ഈ അമ്മമ്മമാര് പറഞ്ഞു, അമ്മമാരെന്നെ കൊണ്ട് പിന്നെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് അങ്ങ് ഇറങ്ങുക. ഞാൻ പിന്നെ മർത്തോമായിലോട്ട് ഞങ്ങൾ ആരും പോകുന്നില്ല. ഞങ്ങൾ പിന്നെ പെന്തക്കോസിന്റെ അനുഭവത്തിലോട്ട് അങ്ങ് പോയി പ്രാർത്ഥനയിലോട്ട് അങ്ങ് പോവുക. ഞങ്ങൾക്ക് ഞങ്ങളുടെ ബിസിനസ് തകിടം മറിയാനുണ്ടായ അനുഭവങ്ങളും എല്ലാം ഓരോ ദൈവദാസന്മാരും ദൂതായിട്ട് വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറയുക, പേര് സഹിതം വന്ന് ഓരോ കാര്യങ്ങളും ഓരോ അനുഭവങ്ങളും എന്റെ ശരീരത്തിലുണ്ടായി വെച്ചിരിക്കുന്ന കെട്ടുകൾ, ഞാൻ സംസാരിക്കാതിരുന്ന അവസ്ഥകളെല്ലാം ആ ദേവദാസന്മാരോട് ആരും പറയുന്നില്ലല്ലോ. എനിക്കിതൊക്കെ അത്ഭുതമായിട്ട് തോന്നുക. പക്ഷെ ആ ഒരു സമയങ്ങളിൽ ഇവർ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ എന്നെ ആത്മാവിൽ പ്രാർത്ഥിക്കാനും ആത്മാവിൽ ദർശനങ്ങളെ കാണാനും ആത്മാവിൽ പാടുവാനും എന്നെ പ്രാപ്തിയുള്ളവളാക്കി തീർക്കണം. അങ്ങനെ കർത്താവിനെ ആത്മാവിനാൽ നിറച്ചു. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, മർത്തോമായിലായിരുന്ന ഈ പെന്തക്കോസിന്റെ അനുഭവത്തിന് മുമ്പേ പോകുന്ന ഒരു അനുഭവത്തിൽ അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു നായർ സമുദായത്തിൽപ്പെട്ട് രക്ഷിക്കപ്പെട്ട ഒരു സഹോദരി, ഒരു അമ്മാമ്മ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ദൂത് പറഞ്ഞ കാര്യം, ആ ചേച്ചിയും മർത്തോമായിലെ 4-5 അമ്മച്ചിമാരും കൂടിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഭവനത്തിനകത്തിരിക്കുമ്പോ എനിക്കൊരു പ്രത്യേക അനുഭവം ഉണ്ടായി. ഒരു ഭയങ്കര കൂളിങ്, വലിയൊരു തണുപ്പ് എന്റെ ശരീരത്തിനകത്തോട്ട് വന്നിട്ട് ഇവരവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ ഈ തണുപ്പിനകത്തോട് ഞാൻ മേലോട്ട് പോകാൻ തുടങ്ങുക. അപ്പൊ എനിക്കൊരു പ്രത്യേക സുഗന്ധം അനുഭവിക്കാൻ തുടങ്ങുന്നുണ്ട്. അത് ആ സുഗന്ധം എനിക്ക് പറഞ്ഞറിയിക്കാൻ ഞാൻ ഇതുവരെ അങ്ങനെ പിന്നെ ഒരു അപ്രകാരം ഒരു സുഗന്ധം എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു സുഗന്ധം അനുഭവിക്കുമ്പോൾ ഈ തണുപ്പ് ഒരു പ്രത്യേക തണുപ്പാ. അതിനകത്ത് ഞാൻ മേലോട്ട് പൊങ്ങാൻ തുടങ്ങുക. അപ്പൊ ഈ പൊങ്ങാൻ തുടങ്ങുമ്പോൾ ഞാൻ തറയിന്ന് പൊങ്ങാതിരിക്കാൻ കൈ ഇങ്ങനെ പൊക്കി പിടിച്ചേക്കുക. ഞാൻ ഇങ്ങനെ കുറെ ഉയരത്തിൽ ഇങ്ങനെ പൊങ്ങുന്ന പോലെ എനിക്ക് തോന്നി. കണ്ണടച്ചിരിക്കുക, പൊങ്ങി ഇങ്ങനെ നിൽക്കി കഴിയുമ്പോ താഴെ ഈ അമ്മച്ചിമാരെ എല്ലാവരെയും ഒരമ്മച്ചിക്ക് നേരെ മറ്റൊരാള് വിദ്വേഷ മനോഭാവത്തോടെ നോക്കുന്നവർ, അവരുടെ ഹൃദയങ്ങളെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരുക, ആത്മാവ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആ അമ്മച്ചിയോട് ഈ അനുഭവം കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ട് ആ ഒരു അനുഭവത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞിട്ട് എനിക്കറിയത്തില്ലല്ലോ എങ്ങനെ. ഞാൻ പറഞ്ഞു, അമ്മച്ചിക്കെതിരെ ഒരാൾ ഇങ്ങനെ പൊരുതി നിൽക്കുന്നുണ്ട്, ഞാൻ ആളിനെ പറയത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോ അമ്മച്ചിയുടെ പ്രാർത്ഥനയ്ക്ക് വിരോധമായി എന്നെ ആത്മാവ് ആരെ കാണിച്ചു. അപ്പൊ അമ്മച്ചി വീട്ടിൽ വന്നിട്ട് ചോദിച്ചു, കൊച്ചെ മോളെ, നീ അന്ന് പറഞ്ഞല്ലോ നിനക്കൊരു തണുപ്പ് പോലുള്ള ഒരു അനുഭവം ഉണ്ടായി, ഇന്നതുപോലെ ഉണ്ടായി, നീ അന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലയോ, അതാരെയാ കാണിച്ച്? ഞാൻ പറഞ്ഞു, അത് ഞാൻ പറയത്തില്ല, അതാരെയാ കാണിച്ചതെന്ന് ഞാൻ പറയത്തില്ലെന്ന് പറയും. എന്നാലും എന്നോടൊന്ന് പറയാൻ പറയും. പക്ഷെ അന്നും എനിക്ക് മനസ്സിലാകുന്നില്ല, ആത്മാക്കളെ വിവേചിക്കാനുള്ള ഒരു വരവും ആ ഒരു കൃപ എന്റെ പേർ പകരുന്നതിനുള്ളതും ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ എനിക്കെതിരെ ആര് എന്ത് എതിർപ്പെട്ടാലും അല്ലെങ്കിൽ എനിക്കെതിരെ ആരെന്ത് സംസാരിച്ചാലും അത് സ്വപ്നത്തിൽ കൂടെ എനിക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടാവും. പിറ്റോസം അതിൻ്റെതായിട്ട് ഫലങ്ങളിലൂടെ പോകുന്ന അനുഭവങ്ങൾ എനിക്ക് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്, അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ബിസിനസിന്റെ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ ഇങ്ങനെ പകുതിക്ക് ഞങ്ങള് ഇതുപോലെ റബ്ബർ എടുത്ത് വെട്ടിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോ ഒരു ദിവസം ഞാൻ പപ്പായിക്ക് കാപ്പിയും കൊണ്ട് പോയി. കാപ്പി ഇങ്ങനെ വെക്കുമ്പോ എതിരിൽ ഒരു കുടുംബം, ആ കുടുംബത്തില് എന്നോട് എന്റെ അകത്തളത്തിൽ പറയാ, ആ കുടുംബത്തിൽ ആ ആൾക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കാൻ പോകുന്നു, നീ അവിടെ ചെന്ന് പറ. അതൊരു യാക്കോബ കുടുംബമാ. അവര് ഞാൻ
എന്റെ ഹൃദയത്തിൽ ആ ഹൃദയത്തിനകത്ത് വന്ന ആലോചന ഞാൻ പറയാം, അയ്യോ ഞാൻ അവിടെ പോയി പറഞ്ഞാൽ അവർ അംഗീകരിക്കത്തില്ല. ഞാന് പപ്പായ്ക്ക് കൊണ്ടുപോയി കാപ്പി കൊടുത്തിട്ട് താഴെ ഇറങ്ങി വന്നു. താഴെ ഇറങ്ങി വരുമ്പോ ആൾക്കാരുടെ ഒരു കൂട്ടം കാണുക. അത് ഞങ്ങളുടെ ആ വീടിന്റെ പടിക്ക് വെച്ച് പരിശുദ്ധാത്മാവ് എന്നോട് ആരോട് ചെന്ന് പറയാൻ പറഞ്ഞു അപകടം വരാൻ പോവാന്ന് പറഞ്ഞ് എന്റെ പടിക്ക് വെച്ച് തന്നെ, എന്റെ വീടിന്റെ പടിക്ക് വെച്ച് തന്നെ അദ്ദേഹത്തെ അപകടത്തിൽപ്പെടുത്തി. പിന്നീട് ഞാൻ തന്നെ വില കൊടുത്ത് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് ഷുഗറുള്ള മനുഷ്യനായിരുന്നു. ആ ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റ് ഞങ്ങളുടെ പടിക്കൽ വെച്ച്, ഞങ്ങളുടെ വീടിന്റെ പടിക്കൽ വെച്ച് തന്നെ തകർത്തു എന്നുള്ളത് ആ മനുഷ്യനെ. എനിക്കത് വലിയ ഭാരമായിട്ട് പിന്നീട് തോന്നി. ആ മനുഷ്യനെ സെപ്റ്റിക് ആയി മരിച്ചു പോയി എന്ന് ഞങ്ങളുടെ കാതുകളിലെത്തി. ഞാൻ സത്യം പറഞ്ഞാല് ഒരു പായിട്ട് ദൈവസന്നിധിയിൽ ശരിക്കും ഞാൻ പറഞ്ഞു, കർത്താവേ, ആത്മാവ് എന്നോട് ഇങ്ങനെ കാണിച്ചായിരുന്നല്ലോ, ആത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ പറഞ്ഞില്ല, ദൈവത്തിന് ഒരു ദോഷവും വരുത്തരുതേ, എന്റെ കുറവാത് എന്ന് ഞാൻ ദൈവസന്നിധിയിൽ തിരിച്ചു പറയാനിടയായി തീർന്നു. അതൊക്കെ എന്റെ ഓരോ അനുഭവങ്ങളാണ്. പരിശുദ്ധാത്മാവ് നമ്മളോട് എന്ത് കാണിച്ചാലും, അല്ലെങ്കിൽ ഒരു വീടിനെ കുറിച്ചോ ഒരു വ്യക്തികളെ കുറിച്ചോ കാണിച്ചാൽ സത്യം പറഞ്ഞാൽ നമ്മളത് പോയി മടി കൂടാതെ പറയുന്നത് വളരെ ഉത്തമമാണ്. ദൈവമക്കളിനെ ശ്രദ്ധിക്കുന്നതോട് ഞാൻ പറയുക, ആത്മാവ് നമ്മളോട് അത് നമുക്ക് പിന്നീട് എന്താ വില കൊടുക്കേണ്ടി വന്നെന്ന് പറഞ്ഞാലും അതുകൊണ്ടായിരിക്കും എന്റെ വീടിന്റെ പടിക്ക് വെച്ച് തന്നെ അദ്ദേഹത്തിന് ആക്സിഡന്റ് ഉണ്ടായി. അദ്ദേഹത്തിന്റെ വണ്ടി തന്നെ മറിഞ്ഞുപോയി. അവിടെ വെച്ച് വണ്ടി പറയാൻ യാതൊരു സാധ്യതയും ഇല്ല സത്യത്തിൽ. ഇപ്പോഴും അദ്ദേഹം ജീവനോട് ഇരിപ്പുണ്ട്. ആ തിരിച്ചു പ്രാർത്ഥിച്ച് ഞങ്ങൾ കുറെ പന്തക്കോസുകാരെല്ലാം ചെന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ലോകം, ആ ദേശം മൊത്തം പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള അനുഭവങ്ങൾ, അങ്ങനെ കുറെ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. പിന്നീട് എന്റെ മൂത്ത മോടെ ആ ഒരു ഗൾഫില് പോകാനെ കൊണ്ട് ആദ്യത്തെ ഇന്റർവ്യൂ വരുമ്പോൾ ഉള്ളൊരു അനുഭവം. ഞങ്ങൾ ഇങ്ങനെ ട്രെയിനെ കയറിയപ്പോ എന്റെ കൂടെ ഒരു കർത്തൃദാസന്, ആ കർത്തൃദാസൻ പറഞ്ഞു, നമുക്ക് മുന്നമേ വരുന്ന ട്രെയിനെ കയറാം. മുന്നമേ വരുന്ന അത് ഇത്ര മാത്രം ഞാൻ ഓർത്തിരിക്കാനും ഈ അനുഭവങ്ങളൂടെ പറയാനും കാരണമാകുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ എവിടെയായാലും ഒരു അടുത്തിരിക്കുന്ന ഒരു ആത്മാവിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളോട് എന്തോ സംസാരിക്കുകയാണെങ്കിലും അത് പറയാൻ നമ്മൾ അതിനകത്തൊരു വൈഷമ്യവും നമുക്ക് വേണ്ട, ഒരു മടിയും വിചാരിക്കേണ്ട. അതാരുമായിക്കോട്ടെ, പരിശുദ്ധാത്മാവാണ് നമ്മളോട് അത് സംസാരിക്കുന്നത്. അപ്പൊ എന്റെ കൂടെ വന്ന കത്രാസം പറഞ്ഞു, വേണ്ട, നമുക്ക് സ്റ്റേഷൻ മാസ്റ്ററോട് സംസാരിച്ചിട്ട് ഞങ്ങൾ 8:15 വണ്ടിക്ക് തന്നെ കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ട്രെയിനിൽ ഞങ്ങൾ കയറി ഞങ്ങൾ ഭക്ഷണം കഴിക്കാതെ പോയിട്ട് ഞങ്ങൾ ഭക്ഷണപ്പൊതി എടുത്തുകൊണ്ട് പോയി. എന്റെ അടുക്കൽ ഞാൻ ആ ഇരിക്കുന്ന ജനലിൽ കൂടെ ഞാൻ ഈ ഭക്ഷണപ്പൊതിയുടെ ഇല കളയേണ്ടിയതിന് ഞാൻ തിരിച്ചു നേരെ ഓപ്പോസിറ്റ് വന്ന് ഈ ഇല കളയാൻ നേരത്ത് എന്റെ എതിർ സൈഡിൽ വേറൊരാൾ ഇരിപ്പുണ്ട്. ഒരമ്മമ്മ ഇരിക്കുക. അവരിങ്ങനെ ഫോൺ വിളിച്ചോണ്ടിരിക്കുമ്പോ എന്റെ കൂടെ വന്ന കർത്തദാസം പറയുന്നു, അമ്മമ്മേ ആ ആളിനെ ഒന്ന് വിളിച്ചേ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചപ്പോ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കങ്ങ് വിഷമമായി. ഞങ്ങളെ കൊണ്ടുപോയി ഭക്ഷണം ഞങ്ങൾ പെട്ടെന്ന് കഴിച്ചു, ഇവർക്ക് കൊടുക്കാനും പറ്റിയില്ല. അന്നേരം ആ ആള് ഇനി വിളിച്ചെന്ന് പറഞ്ഞു. എന്റെ കൂടെ വന്ന കത്രാസം പറയുക, അത് ആത്മഹത്യ ഒന്നിനും ഞാൻ ഇത് പറയാൻ കാണുമെന്ന് പറഞ്ഞാൽ, ദൈവാത്മാവ് നമ്മളെ ഇപ്പൊ നമുക്കൊരു അനുഭവമായല്ലോ. ട്രെയിനിന് മുന്നിൽ ചാടി 2 മക്കളും ഒരമ്മയും കൂടെ മരിക്കാനിടയാണ്. ഞാൻ 2 പ്രാവശ്യം ആത്മഹത്യക്ക് ഒരുങ്ങിയതാണ്. എന്റെ വീട്ടിൽ ശോധന വന്നപ്പോ എന്റെ വീട്ടിൽ നിന്ന് ഞാനത് ഒത്തിരി കരഞ്ഞു. ആ ഒരു കുടുംബത്തെ ഓർത്ത് ഞാൻ ഒരുപാട് കരഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇത് സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ഇതിലൂടെ പറയുന്നത്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഇളയ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആത്മഹത്യക്കായിട്ട് ഒരുങ്ങി വന്ന് അമ്മയോട് പറയുന്നില്ല. അമ്മയോട് ഞാൻ പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഇനി പോരുക, ദൈവം എന്നെ എല്ലാവർക്കും നിന്നയായി, എന്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞോട് ഞാൻ ഇങ്ങനെ ആത്മഹത്യക്ക് എന്റെ മനസ്സിലെ ചിന്ത, ഭർത്താവിന്റെ വീടിന്റെ തൊട്ടിപ്പുറത്ത് വെച്ച്, അന്നൊക്കെ ജീപ്പ് സർവീസാ കൂടുതലും, ഈ കുഞ്ഞിനെ ഞാൻ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു കടയുടെ മുന്നേ വെച്ചിട്ട് ജീപ്പിന്റെ മുന്നേ ചാവണം എന്നുള്ള ഉദ്ദേശത്തിലാണ് വരുന്നത്. അപ്പൊ ഒരു തോട് കടന്നു വേണം ദൈവമക്കളെ വരാൻ. ദൈവസ്ഥാനത്ത് എന്നോട് ചെറുപ്രായം മുതലേ കൂടെ ഇരുന്നത് എനിക്ക് എന്റെ കർത്താവ് എന്നെ ഇത്രത്തോളം നടത്തിയ വിധങ്ങളെ മറച്ചു വെക്കരുത്. അപ്പൊ ഈ ഒരു സംഭവം നടന്നുകൊണ്ട് ഞാൻ ഈ കാര്യം ഇവിടെ എടുത്തു പറയുന്നത്, ഞാൻ ഒരു തോട് കടന്നു വന്ന് ആ ബസ് റൂട്ടിലോട്ട് കയറി കുറെ ഒരു 10-15 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ബസ് വരും. ബസ് റൂട്ടിലോട്ട് കയറി കഴിഞ്ഞപ്പോ എന്നെ ആരോ
ശക്തമായിട്ട് ഉന്തുന്നുണ്ട്, പുറകെ ഉന്തും കുഞ്ഞെന്റെ കയ്യിൽ. ഇപ്പൊ ഞാൻ കുഞ്ഞ് വീഴാതിരിക്കാൻ ഇങ്ങനെ കുഞ്ഞിനെ ഞാൻ പിടിച്ചിട്ടുണ്ട്. എന്റെ മൈൻഡിനെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്റെ മൈൻഡ് മൊത്തം ബ്ലാങ്ക് ആയതുപോലെ, ഞാൻ വേറെ ഏതോ ഒരു ശക്തിയുടെ കീഴിലായതുപോലെ എനിക്ക് തോന്നുന്നു. എന്നെ ഉന്തിത്തള്ളി. ഞങ്ങളുടെ മർത്തോമായിലെ ദൈവദാസൻ പാഴ്സലഞ്ഞി താമസിക്കുന്നുണ്ട്. ആ അച്ഛന്റെ അടുക്കലോട്ട് ഉന്തിത്തള്ളി കേട്ടുക. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ബസ് അപ്പോഴത്തേ അങ്ങ് പോന്നു. എന്റെ ഉദ്ദേശം ഭർത്താവിന്റെ വീട്ടുകാർ അറിയണം, ഈ കുഞ്ഞിനെ അവര് കൊണ്ടുപോകണം. എനിക്ക് ആ ജീപ്പിന്റെ മുന്നേ വന്ന് ചാവണം. എനിക്കിനി ജീവിച്ചിരിക്കട്ടെ. പക്ഷെ ആ ബസ് പോയി കഴിഞ്ഞു. ഈ അച്ഛൻ എന്നോട് ചോദിച്ചു എന്തോന് വന്നതാ. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ വന്നത്. ശരി, അമ്മാമ്മ പൊക്കോ. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അവിടെ ക്രമീകരിച്ചേക്കുക. ഭർത്താവുമായി അച്ഛൻ പറയുന്നു, ഈ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു, എനിക്ക് മരിക്കണം, എനിക്ക് മരിക്കുകയേ വേണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തിരിച്ച് ഭർത്താവിന്റെ വീട്ടിൽ വന്നപ്പോ 2 പ്രാവശ്യം എന്റെ ഇളയ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഞാൻ കിണറിന്റെ അവിടെ പക്കത്തിന്റെ ഇപ്പുറത്ത് വന്ന് നിന്നിട്ട് ചാടാം, കുഞ്ഞിനെയും കൊണ്ട് കിണറ്റിനകത്ത് ചാടിച്ചാകാം എന്ന് കണ്ട് ഞാൻ നിൽക്കുമ്പോ ഒറ്റ ചോദ്യം, അത് ഭയങ്കര ശക്തം, നിന്റെ നിത്യത എവിടെ? ഒറ്റ ചോദ്യം. ഞാൻ തിരിഞ്ഞു നോക്കുന്നു, ഞാൻ ആരെയും കാണുന്നില്ല. അപ്പൊ ഞാൻ തന്നെ പറയുക, ദൈവമേ, ഞാൻ ഇത്രയും കഷ്ടം സഹിച്ചു വന്നത് എന്റെ നിത്യതയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു മരണത്തിൽ നിന്ന് കർത്താവ് എന്നെ വിടിവിച്ച് തടഞ്ഞ് എന്നെ മാറ്റിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. സ്തോത്രം. ഞാൻ ഈ കൂട്ടത്തിൽ ഞാനത് പറഞ്ഞതാ. സ്തോത്രം. അപ്പൊ ഞങ്ങൾ ഈ ട്രെയിനകത്ത് കയറിയപ്പോ ആ ആളിനോട് ഈ കർത്താവിന്റെ ദാസൻ പറയാ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഞാൻ ഈ കർത്താവിന്റെ ദാസനെ നോക്കുമ്പോ, ദൈവമക്കളെ, ആ ട്രെയിനിൽ അവർ യാത്ര ചെയ്തു. മുളന്തുരുത്തി ഭാഗത്ത് വന്ന് ട്രെയിൻ ഒരുപാട് നേരം നിർത്തിയിട്ടിരുന്നു. അവരൊന്നും മിണ്ടുന്നില്ല. അവരെ കൊണ്ടുപോകാനുള്ള ആള് വന്ന് സത്യത്തിൽ മുളന്തുരുത്തിയിലാണ് നിന്നത്. ഇവര് തൃപ്പൂണിത്തറ ഇറങ്ങാൻ നിൽക്കുക. അന്നേരവും പറയുന്നില്ല. ഇവരുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിക്കാൻ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ തന്നു. ഞാൻ അവരുടെ നമ്പർ വാങ്ങിച്ചു. അമ്മാമ്മയുടെ നമ്പർ ഇങ്ങിത്താ. അന്നേരമായി ഇവര് പറയുന്നേ, ഞാന് സാരിക്ക് പാനെ കുരുക്കിട്ടിട്ട് ആത്മഹത്യക്ക് ഒരുങ്ങിയപ്പോ ഭിത്തിയേല് ഒരു വാക്യം എഴുതി കാണിച്ചു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്റെ കൂടെ വന്ന ആളാരെ ഞാൻ പറഞ്ഞ ഒരു കർത്തൃദാസനാണ് എന്റെ കൂടെ വന്നത്. എന്റെ മോളുടെ ഇന്റർവ്യൂ നാളെ നടക്കുക, അതിന് പോകുകയാണ്. പിന്നീട് നടന്ന സംഭവം, അവർക്ക് കടഭാരങ്ങളാൽ ഭാരപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ ഒരു സ്തോത്ര കാഴ്ച കൊടുക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ ഒത്തിരി ടൈറ്റിലൂടെ കടന്നു പോകുന്നത്. എന്റെ മനസ്സ് പറഞ്ഞ് അവർക്കൊരു സ്തോത്ര കാഴ്ച കൊടുക്കാൻ. ഞാൻ അങ്ങനെ പറയുന്ന ഒരു ചെറിയ തുക അത് കർത്തൃദാസനും കൊടുത്തു. അവർ പിറ്റേ ദിവസം എന്റെ നമ്പർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവരെന്നെ പിറ്റേ ദിവസം വിളിക്കുക. ആ വീട്ടിൽ നടന്ന അനുഭവം, ആ വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ ഭർത്താവ് ഭയങ്കര തളർന്ന ഒരു രോഗിയാ. മോളൊന്ന് മൂക്കിൽ കൂടെ സദാസമയം ബ്ലഡ് എടുക്കുക, പല ട്രീറ്റ്മെന്റ് ചെയ്തു, ഒരു ഭേദമില്ല. ഒരു കൊച്ചുമോന് കണ്ണ് കാണത്തില്ല, ഒരു മോനുണ്ട് ഭയങ്കര കുലിയൻ. ഇവര് വീട്ടുജോലിക്ക് ചെയ്തെടുത്ത് കടം വീട്ടുവാൻ നിവൃത്തിയില്ലാതെ അവരൊത്തിരി ഭാരം പറഞ്ഞു. അനിയത്തി മരിച്ചുപോയി. ആ അനിയത്തിയുടെ ശവസംസ്കാരത്തിൽ വരിക, തിരിച്ചു ചെല്ലുമ്പോൾ കടം വീട്ടിക്കണമെന്ന് പറഞ്ഞു. ഇതെല്ലാം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ അവര് കുടുക്കിടാൻ തുടങ്ങിയത്. ഞങ്ങൾ 11 മണിയുടെ ട്രെയിന് കയറാൻ വന്ന ഞങ്ങളുടെ മനസ്സിനെ മാറ്റി, വേറെ ബോഗിക്കകത്തും കയറാനുള്ള ഞങ്ങളുടെ മനസ്സിനെ മാറ്റി ഇതിനകത്തോട്ട് കയറ്റുക പരിശുദ്ധാത്മാവ് ചെയ്തത്. ആ ദൈവദാസനോട് പറഞ്ഞതാ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കയറാൻ. സത്യത്തിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്ന സംഭവം, ആ വീട്ടിനകത്ത് ഒരു ഞായറാഴ്ച, അപ്പൊ ഞങ്ങൾ വേറെ ദൈവമക്കളുമായിട്ടൊക്കെ ഇടപെട്ടിട്ട് ഇവരെ ഞങ്ങള് പെന്തക്കോസ്തിലെ ഒരു പാസ്റ്ററുമായിട്ട് കണക്ട് ചെയ്തു. ആ ആരാധനയ്ക്കകത്ത് പോകാൻ ഒരുങ്ങുമ്പോ അവർ ഞങ്ങളെ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞതാ, അവർ അന്ന് രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു. ആ സ്വപ്നത്തിനകത്ത് ഞാനും എന്റെ മോളും ഈ കടന്നു വന്ന ആ കർത്തദാസനും കൂടെ ഇങ്ങനെ വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഉയരത്തില് വലിയൊരു വീട്ടിനകത്ത് ഭയങ്കര ശോഭയോട് ഇരിക്കുന്നത് കണ്ടു. അപ്പൊ ഇവര് പറഞ്ഞു, എനിക്കും അങ്ങനെ ഒരു ഭവനം വേണം. അതിന്റെ പിറ്റേ ദിവസം
ഇവർക്കുണ്ടായ അനുഭവം. ഇവർ പറഞ്ഞത് പ്രധാന വാതിലും കടന്നിട്ട്, അന്ന് നമ്മുടെ പൈസ ഷോർട്ടേജ്, പൈസയുടെ മാറ്റം സംഭവിച്ച് ആ സമയം ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു പൈസ എടുക്കാനില്ലാത്ത സമയം, അന്നേരം ഇവരുടെ കടഭാരം വീട്ടണമെന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി വിട്ടേക്കുക. അതിന് അവർ ആത്മഹത്യക്ക് ഒരുങ്ങിയത്. സ്തോത്രം. അപ്പൊ അവര് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, വലിയ ഒരു ഭയങ്കര തേജോമയനായ ഒരുവൻ, എന്നിട്ട് വെള്ള വസ്ത്രം ധരിച്ചേക്കുക. വെള്ള വസ്ത്രം ധരിച്ചിട്ട് ഇവര് ഉദ്വേഗപൂർവ്വം, അപ്പൊ അവരുടെ ഭർത്താവ് ഇങ്ങനെ, അവര് പറഞ്ഞത് 2 രൂപയും കൊണ്ട് പോയേക്കുക, എന്തോ സാധനം വാങ്ങിക്കാൻ 2 രൂപയും കൊണ്ട് പോയേക്കുക. എന്നിട്ട് അത് വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് റേഷൻ കടയിലെ അരി ഇട്ടിട്ട് കഞ്ഞിവെള്ളം ഇട്ട് ചുമന്നുള്ളി ഇട്ട് കഴിക്കുക. അവരുടെ ഭക്ഷണം അതാ. അതുകൊണ്ട് ആ റേഷൻ കടയിൽ നിന്ന് കൊടുക്കുന്ന ആ വിഹിതം കൊണ്ട് ഒരു മാസം അവർ നിൽക്കും. അങ്ങനെ വളരെ പട്ടിണിയിലൂടെ കടന്നു പോകുന്നു. അപ്പൊ അന്നേരം ഇവർ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഈ കടഭാരം എനിക്ക് എങ്ങനെയും വീട്ടണം, പിന്നെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അവരോട് ഞാൻ പ്രാർത്ഥിച്ചു. സത്യമാണ് ദൈവമക്കളെ, നമ്മള് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നടന്ന സംഭവമാണ്. ഇവര് പറഞ്ഞത്, ഞങ്ങളപ്പോ ഒരു ദൈവാസനവുമായിട്ട് കണക്ട് ചെയ്ത് അവര് പെന്തക്കോസ്ത് ആരാധന പാനക്കൊണ്ട് എല്ലാം തയ്യാറായി ഒരുങ്ങാൻ നിൽക്കുമ്പോ ഇദ്ദേഹം ഈ 2 രൂപയും കൊണ്ട് വെളിയിൽ ഇറങ്ങി ഒരു പടി ഇടിച്ചാ പോകുന്നെന്ന് പറഞ്ഞു അവരുടെ ഭർത്താവ്. പടി ഇടിച്ചു പോയി കഴിഞ്ഞപ്പോഴാ ഒരുവൻ വന്ന്, അവര് പറഞ്ഞ പ്രധാന നടക്കാവിൽ കഴിഞ്ഞിട്ട് ഒരുവന്റെ കയ്യില് ഒരു ബാഗുണ്ട്, അദ്ദേഹം വെള്ള വസ്ത്രധാരിയ, എവിടെ നിന്ന് വരുവാന്ന് ഇവര് ചോദിച്ചു പറഞ്ഞു. അത് ഞാൻ പേര് പറയുന്നില്ല, ഇന്നാളും പറഞ്ഞിട്ട് വരുവാന്ന്. ദൈവമക്കളെ, ഞങ്ങൾ 2 പേരും, ആ കർത്തൃദാസനും ഞാനും ദൈവസന്നിധി പ്രാർത്ഥിച്ചേ ഉള്ളൂ. പക്ഷെ പരിശുദ്ധാത്മാവ് ചെന്ന് അവർക്ക് ഇത് വന്നയാണെന്നെ അറിയത്തില്ല, ഞങ്ങളെ 2 അവർക്കറിയാം. ആരേലും ഒരു വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും വിടുതലായിരിക്കും. അവർക്ക് എത്ര തുക കടം കൊടുക്കാനുണ്ടോ, അവര് പറഞ്ഞത് ആ പൈസ, പ്രധാനമന്ത്രി ആ പൈസ മാറ്റിയില്ലേ, ആ പൈസ മാറ്റം വന്ന സംഭവം, ആ സമയത്തെ സംഭവം, ഒരു മനുഷ്യന്റെ കയ്യിൽ 1 രൂപ എടുക്കാനില്ലാത്ത സമയം. അവർ പറഞ്ഞത് പുത്തൻ നോട്ട് എണ്ണി ഒരു വെള്ള പേപ്പറിനകത്ത് അടുക്കി ഇവിടെ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങള് കടം വീട്ടിക്ക് വന്നു. ഇവര് ചെന്ന് കാലം വന്ന് അവരുടെ ഡീറ്റെയിൽസ് മൊത്തം അറിയാവുന്നതിന്റെ കൂട്ട് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച് തിരിച്ച് ഇവര് ആ പൈസ ഇവരിങ്ങനെ ഇങ്ങോട്ട് വെച്ചു. തിരിഞ്ഞ ആളിനെ നോക്കുന്നു. ശരവേഗം വന്ന ആൾ അങ്ങോട്ട് ഇറങ്ങി. എന്നാ ഏത് വണ്ടിക്കാ വന്നേ, എങ്ങോട്ടാ വന്നേ, ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നു. ആളിനെ പിന്നെ പെട്ടെന്ന് കാണാനില്ലെന്ന് പറയും. അവര് ചെന്ന് തിരിച്ച് ആ വീടിനകത്ത് ചെന്ന് നോക്കിയപ്പോ 2 ദിവസത്തേക്കിന് ഫുള്ള് കഴിക്കാനുള്ള ചോറും അതിന്റെ കൂട്ടാനും ആ അടുക്കളയിൽ ഇരിക്കുന്ന കാണുന്നു. അവരുടെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി. നമ്മുടെ യാത്രയിലായിരുന്നാലും ആത്മാവ് തരുന്ന നമുക്ക് നിയോഗങ്ങൾക്കനുസരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. നമ്മളെ ഏൽപ്പിച്ച കൃപയ്ക്കനുസരിച്ച് പ്രാർത്ഥിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. അങ്ങനെ എന്റെ മോളുടെ ആ ഒരു ദൈവമക്കളെ, ആ ഒരു സ്ഥിതിയിൽ നിന്ന് ഞങ്ങൾക്ക് കർത്താവ് ഭേദം തന്ന് ഞങ്ങളെ കർത്താവ് ഉയർത്തി. എന്റെ മോളെ ദൈവം ഗൾഫിൽ വിട്ടു. എന്റെ കുഞ്ഞിന്റെ വിവാഹത്തിന് ഞങ്ങൾ പെന്തക്കോസ്ത് ആയതുകൊണ്ട് ഞങ്ങൾ കിടക്കുന്ന കട്ടില് വരെ എടുത്ത് താഴെ അടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സഹോദരങ്ങള്. ഞാൻ പെന്തക്കോസ്തിൽ പോയത് കൊണ്ട് തന്നെ മുരിക്കുംപത്തൽ വെട്ടി അടിച്ച് താഴെ ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി നിന്ദകൾ, ഒത്തിരി അപമാനങ്ങൾ കേട്ടു. സ്തോത്രം. ഒത്തിരി അപമാനങ്ങളും ഒത്തിരി നിന്ദകളും കേട്ടെടുത്ത് ദൈവം ഞങ്ങളെ ഉയർത്തി, മാനിച്ചുയർത്തി. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയുക, ഇന്നുള്ള ശോധന ദൈവം വലിയ പ്രതിഫലം നൽകാനിടയായി തീരും. ഇന്നുള്ള കഷ്ടത വരുമ്പോൾ നമ്മൾ ഒരിക്കലും ആത്മഹത്യക്ക് ഒരുങ്ങുകയോ ഒന്നും ചെയ്യാതെ വായിട്ട് ദൈവസനിൽ മുഴങ്കാൽ മടക്കുവാണെങ്കിൽ ആമേൻ, സ്തോത്രം, ദൈവം നമ്മുടെ ഭവനത്തിനകത്ത് ഇറങ്ങി വരും. ദൈവം ആരെയെങ്കിലും നമ്മുടെ ഭവനത്തിനകത്ത് പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കായിട്ടും അയക്കും. ദൈവ പദ്ധതി നമ്മുടെ മേലുണ്ടോ, ദൈവത്തിന്റെ വിളി നമ്മുടെ മേലുണ്ടോ, ആമേൻ, സ്തോത്രം, ആ ദൈവ കൃപ നമ്മളോട് കൂടെ ഇരിക്കും. ഒരു ദുഷ്ടശക്തിക്ക് നമ്മളെ ആമേൻ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. സ്തോത്രം. അവിടുന്ന് എന്റെ കുഞ്ഞിന്റെ വിവാഹം കഴിഞ്ഞപ്പോ ഞങ്ങൾ ഒരു മനുഷ്യന്റെ ഒരു പൈസ പോലും വാങ്ങിക്കാനിടയായി തീർന്നില്ല. സ്തോത്രം. എനിക്ക് പിന്നീട് ആമേൻ 3 വർഷക്കാലം ആമേൻ ബ്ലീഡിങ് ആയി കിടന്നു.
ബ്ലീഡിങ് ആയി കിടന്നപ്പോ സ്തോത്രം, ആ ഒരു അനുഭവം കൂടെ പറയട്ടെ ദൈവമക്കളെ. ഞാൻ ബ്ലീഡിങ് ആയി എനിക്ക് അനങ്ങാൻ വയ്യാതെ ആ ഒരു കോവിഡിന്റെ കാലഘട്ടത്തിൽ കിടക്കുമ്പോൾ എന്റെ അടുത്ത അയൽപക്കത്തുനിന്ന് ഒരു നായർ സ്ത്രീ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ കേൾക്കുന്ന ഈ സാക്ഷ്യം കേൾക്കുന്ന ദൈവമക്കള് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെ കൊണ്ട് ഞാൻ ഈ അനുഭവം പറയുകയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞു, എനിക്ക് സുഖമില്ലാതെ കിടക്കുക, വേറൊരാളുടെ വിഷയമായിട്ട് ആ നായർ സ്ത്രീ ഞങ്ങളുടെ വീട്ടിൽ വരിക പ്രാർത്ഥിക്കാനെ കൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് സുഖമില്ലാതെ കിടക്കുക, അങ്ങനെയെങ്കിൽ എന്നേക്കാൾ നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസന്റെ നമ്പർ ഞാൻ തരാമെന്ന് പറഞ്ഞു. ആ സഹോദരിക്ക് അതൊരു ഭാരമായി തീർന്നു തോന്നുന്നു. എന്നെ പിറ്റേ ദിവസം ഒരു ദൈവദാസൻ എന്നെ, ഇപ്പൊ എന്റെ ലിവറിനൊക്കെ നീരുണ്ട്, ആ നീരിന് വേണ്ടി ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ എന്നെ ചെക്കപ്പിന് കൊണ്ടുവന്നേ പിറ്റേ ദിവസം ഒരു ദൈവദാസനെ കൊണ്ടുപോകുന്നേ. ആ ദൈവദാസൻ കൊണ്ടുപോകുമ്പോ എന്റെ കൊച്ചു മോളെയും കൂടെ എന്റെ ഇളയ മോളെയും കൂടെ കൂട്ടിക്കൊണ്ടാ പോകുന്നത്. ഞങ്ങൾ പോയി ആ ഒരു ആഴ്ചക്കകം എന്റെ ലിവറിലെ നീര് മാറി, ആ കൗണ്ടുകൾ SGOT SGPTയുടെ കൗണ്ടുകൾ നോർമലുമായി. പക്ഷെ എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല, എന്താ കാര്യം എന്ന് എനിക്കറിയില്ല. ആ ദേവദാസൻ എന്നോട്, ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോ ആ ദേവദാസനോട് പറഞ്ഞു, അമ്മാമ്മേ, പരിശുദ്ധാത്മാവ് എന്നോട് അമ്മാമ്മയോട് ഇങ്ങനെ പറയാൻ പറയുന്നു, നമ്മുടെ വീട്ടിൽ ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നാൽ, സ്തോത്രം ഓർത്തു നോക്കണമേ, നമ്മുടെ വീട്ടിൽ ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നാൽ ഒരിക്കലും എന്നേക്കാളും ശ്രേഷ്ഠകരമായി പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ട്, അവിടെ എടുക്കാൻ ഞാൻ വിടാമെന്ന് പറയല്ല. ഞാൻ ചോദിച്ചു, കർത്തൃദാസനെ, എന്റെ വീട്ടിൽ ഇന്നലെ വന്ന ചേച്ചി കർത്തൃദാസന്റെ വീട്ടിൽ വന്നു. എനിക്ക് ദൈവത്തെ ഭയം തോന്നി, പരിശുദ്ധാത്മാവിനെ ഭയം തോന്നി. പാതിരാത്രിയില് 1 മണിക്കായാലും എന്നെ ആര് വിളിച്ചാലും ഏത് സമയത്തായാലും ഞാൻ അതിൽ പിന്നെ സ്തോത്രം, ഏത് വിഷയത്തിനായാലും ഞാൻ പ്രാർത്ഥിക്കാൻ അതിൽ പിന്നെ തയ്യാറാകും. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് ഇതുപോലൊരു വയ്യാഴിയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഒരു വെല്ലുമിച്ച് എന്നെ ഒരു ഏകദേശം 9:30 വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എന്റെ കൊച്ചുമോൻ എങ്ങനെ വീട്ടിലോട്ട് അയക്കുക. സ്തോത്രം. ഞാൻ ചോദിച്ചു, എന്തുവാ? എനിക്ക് തീരെ വയ്യ, എനിക്ക് പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോകാനെ കൊണ്ട് അപ്പോയിന്റ്മെന്റ് എടുത്തേക്കുന്നത്, എനിക്ക് അനങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ കിടക്കുക. ഞാൻ ചോദിച്ചു, എന്തുവാ? എന്റെ കൊച്ചുമോന് വേണ്ടി സൂചി ഒന്ന് പ്രാർത്ഥിച്ചു കൊടുക്കണം. ഞാൻ അതുകൊണ്ട് ഈ ഒരു അനുഭവം ഉള്ളതാണ് ഞാൻ അവരോട് പറഞ്ഞില്ല, എനിക്ക് ഞാൻ പ്രാർത്ഥിക്കത്തില്ലെന്ന് പറഞ്ഞില്ല. അവരുടെ വൈഫും ആ കൊച്ചുമോനും കൊച്ചുമോന്റെ വൈഫും കൂടെ രാത്രി വീട്ടിൽ വന്നപ്പോ അവനിങ്ങനെ കുനിഞ്ഞിരിക്കുക. എന്താ മോനെ? അവന് സംസാരിക്കുന്നില്ല, അവനിങ്ങനെ കുനിഞ്ഞിരിക്കുക. ഞാൻ ചെറുകെ ഒരു വാക്ക് പ്രാർത്ഥിച്ചു, കർത്താവേ ഇങ്ങനെ സൗഖ്യം. അപ്പൊ ആ ഭാര്യ പറഞ്ഞു, അമ്മാമേ, അണ്ണൻ ഭക്ഷണം കഴിച്ചിട്ട്, ഹൈന്ദവ ആചാര്യമാരാ, അണ്ണൻ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ശരി, ഇന്ന് ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കുമോ എന്ന് നോക്കട്ടെ. ഇല്ല മാമേ, കൊടുക്കണ്ട, കഴിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയാണ്ട് ഭക്ഷണം കഞ്ഞി ഉണ്ടാക്കി. അപ്പൊ ഞാൻ കൊച്ചു മോളോട് പറഞ്ഞു, മോനെ ഭക്ഷണം എടുത്തുകൊണ്ട് വന്ന് വേഗം ഈ മോന് കൊടുത്തേ. അവൻ എന്റെ അമ്മമ്മേ, അവൻ ആ ഭക്ഷണം ആർത്തിയോടെ കഴിച്ചിട്ട് പിന്നെ വേണം. ഞാൻ പറഞ്ഞു, ഇനി ഭക്ഷണം വീട്ടിൽ ചെന്നിട്ട് കഴിക്കുക. എന്നിട്ട് ഞാൻ വേണ്ടി ചെറുകെ ഒന്ന് പ്രാർത്ഥിച്ചു, ഒരു വാക്ക് ചെറുകെ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മോനെ ഇതുകൊണ്ട് കുറവില്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കണം. പിറ്റേ ദിവസം ഞാൻ അവനെ വിളിച്ചു, അവൻ എന്ത് ചെയ്യുന്നറിയാൻ. അങ്ങനെ പറഞ്ഞു, അവന്റെ ജോലിക്ക് പോയി. ഞാൻ പിറ്റേ ദിവസം അവരോട് തിരക്കുന്നത് അവൻ എന്തായിരുന്നു സംഭവിച്ചത്. അവര് പറഞ്ഞു എന്തുവാന്ന് ചോദിച്ചാൽ, ഇവന് ഭയങ്കര ശക്തി കൂടിയിട്ട് വീട്ടിലുള്ള സകല ഉപകരണങ്ങളും നശിപ്പിച്ചു കളയുക. അപ്പൊ ഇവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഇവൻ ഒരു കണ്ടത്തിനകത്ത്, ഒരു വയലിനകത്ത് നിൽക്കുന്ന ഒരു അനുഭവം പോലെ, അവിടെ നിന്ന് ഇവൻ ഒരു വല്ലാത്ത അവസ്ഥയിലാകുന്ന ഒരു അനുഭവം പോലെ എനിക്ക് കാണാൻ പറ്റി. ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഇതെന്താ സംഭവിച്ചെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. ഞാനപ്പോ അവരോട് ഇത് പറയുന്നുമില്ല. ഇവരിങ്ങനെ മൗനമായി ഒന്ന് സംസാരിക്കാതിരിക്കുന്നവരാണ് ഞാൻ ഇവരോട് പറയുന്നത്, നിങ്ങൾ പോകണം, ഇന്നതുപോലുള്ള അനുഭവം വല്ലതും കാണുമായിരിക്കും, ഇവനെ കൊണ്ടുവന്ന് ഞാൻ സത്യം പറഞ്ഞ ഒരു സൈക്കാട്രി ഡോക്ടറെ കാണിക്കണമെന്നാണ് പറഞ്ഞു. അപ്പൊ പിറ്റേ ദിവസമാണ് ഈ വെല്ലുമ്മച്ചിയും ഇവന്റെ ഭാര്യയും പറയുന്നത്, ഇവന് എന്തോ ശക്തി വന്നിട്ട് അവിടെയുള്ള ലാപ്ടോപ്പും ഉള്ള ബൾബും എല്ലാം കൊണ്ടുവന്ന് നശിപ്പിച്ചു, പോലീസുകാരെ വരുത്തിയിട്ട് പോലീസുകാരെ വരെ അടിച്ചെന്നുള്ളത്. വണ്ടി എടുത്തിട്ട് താഴെ അടിച്ചെന്ന്. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകർന്ന കൃപയ്ക്കനുസരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നാം ബാധ്യസ്ഥരാണ്. നമ്മുടെ അയൽപക്കത്ത് വേണ്ടി ആരുമായിക്കോട്ടെ, ഏതവസ്ഥയിലായി നമുക്ക് ചിലപ്പോൾ രോഗമായിരിക്കും, യേശുവിനെ സഹായിക്കുമെന്ന് മാത്രം പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് അതിന് കർത്താവ് നമ്മുടെ ആ വാക്കുകളിൽ കൂടെ ആ തകർന്നിരിക്കുന്ന ഹൃദയത്തെ താങ്ങാനിടയായിരിക്കും. 2017 എന്റെ ജീവിതത്തിൽ എനിക്ക്
ആത്മാവൊരു കാഴ്ചപ്പാട് കാണിച്ചത് ഞാൻ ദൈവത്തോട് ഈ ഒരു സാക്ഷ്യത്തോടെ ഷെയർ ചെയ്യുക. 2017 ഞങ്ങളുടെ ചർച്ചിനകത്ത്, ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയിലെ കോന്നി IPC ചർച്ചിനകത്ത് ഭയങ്കര ആത്മീയ ആരാധന വിളിക്കുന്ന സമയം. നമുക്ക് രാത്രി ആരാധന തുടങ്ങിയാൽ കർത്തദാസ് ശുശ്രൂഷിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. 2:30 വരെ ആരാധന പോകും. അങ്ങനെ 2017 നവംബർ മാസം 10-ാം തീയതി ഞാൻ ഇന്നും മറക്കാത്തൊരു അനുഭവം. സ്തോത്രം. ഞാൻ ഇങ്ങനെ വൈകിട്ടും രാത്രി വൈകിട്ടത്തെ ആരാധന കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറി വന്നു. ഞങ്ങൾ കിടക്കാൻ പറ്റുന്നത് എനിക്ക് അവരുടെ ഉച്ച പോകും. പിന്നെയും ആരാധിക്കണം, ദൈവസഭയിൽ ആരാധിക്കണം. ഞാൻ അപ്പൊ കൊച്ചുമാർ ഞാൻ കൂടെ കിടക്കുക, ഞാൻ നോക്ക് ഉറങ്ങാൻ വരുന്നില്ലേ, ഇല്ല എന്തോ പ്രാർത്ഥിക്കണമെന്നുള്ള ഞാൻ കുറെ നേരം പ്രാർത്ഥിച്ചു. ഏകദേശം 12-1 മണിയായപ്പോൾ ഞാൻ കിടന്നു കഴിഞ്ഞു. പെട്ടെന്ന് അപ്പോൾ ഞാൻ കിടക്കുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ ഒരു ചോദ്യം ചോദിച്ചു. കർത്താവേ, പാതാളമുണ്ടോ? ഞാൻ ചോദിച്ച ചോദ്യമാണ്, പാതാളം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അത് ഉറക്കെയല്ല ചോദിക്കുന്നത്, ഈ കിടക്കുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് കർത്താവെ പാതാളം ഉണ്ടെന്ന് പറയുന്നു. പാതാളമുണ്ടോ? സ്തോത്രം. പെട്ടെന്ന് കുറെ സമയം കഴിഞ്ഞ് ഞാൻ ഡീപ്പ് ഒരു ഉറക്കത്തോട്ട് പോവുക. എന്റെ അയൽപക്കത്ത് നിന്ന് ഒരു വല്ലാത്ത മോഹ പരവശയായി ഒരു സഹോദരി എന്റെ ഭവനത്തെ ലക്ഷ്യമാക്കി വരിക. ഞാൻ കിടക്കുന്ന റൂമിനകത്ത് ഹോളിനകത്ത് കട്ടിലിട്ടിട്ട് ആ റൂമിനകത്ത് സീൽ ചെയ്തിട്ടുണ്ട് ഒരു വലിയ പ്രകാശം. ആ പ്രകാശത്തെ എനിക്ക് വിവരിക്കാൻ പറ്റുന്നത് നമ്മുടെ പ്രഭാത സമയത്ത് സൂര്യന് അരുണോദയ രശ്മി എന്നൊക്കെ പറയത്തില്ലേ, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രകാശം എന്റെ മുഖത്തും എന്റെ നെഞ്ചിലും വന്ന ആഴ്ന്ന് പതിയുക. ആ ആഴ്ന്ന് പതിയുമ്പോൾ എനിക്ക് വലിയ ഒരു പ്രകാശം കാണും. ആ പ്രകാശത്തിനകത്തുനിന്ന് എനിക്ക് വലിയ ഭാരമായിട്ട് ആ പ്രകാശം എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ആ പ്രകാശത്തിനകത്ത് ഭാരമായിട്ട് തോന്നാൻ കാരണം എനിക്ക് ആ പ്രകാശത്തിനകത്തോട്ട് വലത്തോട്ടോ ഇടത്തോട്ടോ ചലിക്കാൻ പറ്റുന്നില്ല. അപ്പോഴെനിക്ക് തോന്നുന്നു ഈ പ്രകാശം ഇത് കർത്താവിനുള്ള പ്രകാശമാണോ? ഇത് കർത്താവിനുള്ള പ്രകാശമാണോ? എന്നെ ആരും ഉയർത്താൻ തുടങ്ങുന്നു, ഞാൻ ഉയരാൻ തുടങ്ങുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, അയ്യോ കർത്താവ് വന്നു സഭയെ ചേർക്കുവാണോ? കർത്താവേ, എന്റെ പാപങ്ങളെ ക്ഷമിക്കണേ. അപ്പൊ ഞാൻ കേൾക്കുന്ന ഒരു ശബ്ദം, അതിന് പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. അത് വേറൊരു സൗണ്ടിലാണ് ഞാൻ കേൾക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രകാശം വന്ന് എന്റെ നെഞ്ചിനകത്ത് പതിയുമ്പോ എന്റെ ഹൃദയം എടുക്കും ഭയങ്കര ടപ്പന്നിരിക്കുന്നത്. എന്റെ കാതുകൾക്കകത്ത് ഭയങ്കര ഉച്ചത്തിൽ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഹൃദയമെടുപ്പ് ഭയങ്കരമായിട്ട് ഇരിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്ക് ചലിക്കാൻ പറ്റുന്നില്ല. ഈ പ്രകാശത്തിനകത്തൊന്നും എനിക്ക് ചലിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ കർത്താവെ എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞപ്പോ ഞാൻ കേൾക്കുന്നത് അപ്പുറത്തെ സൈഡിൽ നിന്ന് എന്റെ വലത്തുഭാഗത്ത് ആരാണ്ട് പറയുന്നു, അതിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നല്ലോ. ആ ഒറ്റ പോയിന്റ് പറഞ്ഞു, കർത്താവെ അങ്ങനെയെങ്കിൽ കർത്താവ് വന്ന് സഭയെ ചേർക്കുവാണെങ്കിൽ എന്നെക്കാളും നീതിയിലും വിശുദ്ധിയിലും ജീവിച്ചിരുന്ന എന്റെ കൂടെ കിടന്ന എന്റെ കുഞ്ഞെന്തിയെ. ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോ മുകളിൽ നിന്ന് ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്, കുറെ കൂടി ഉയർത്തുക. പെട്ടെന്ന് തന്നെ ആരോ, ഞാൻ ഒരു ഉയരമെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത ലെവലിൽ ആ പ്രകാശത്തിൽ ഞാനൊരു പൊസിഷനിലെത്തി. ആ പൊസിഷനിലെത്തിയിട്ട് എന്റെ കണ്ണുകൾ ഇങ്ങനെ വലിഞ്ഞു മുറുകുന്നത് പോലെ എനിക്ക് തോന്നാം. ഞാൻ ഒരുപാട് ഉയരത്തിലെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഈ ഭൂമിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ കല്യാണം കഴിച്ചതാണെന്നോ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടെന്നോ ഒരു ചിന്തയുമില്ല. എന്റെ ചിന്തക്കകത്ത് ഇപ്പൊ ഇങ്ങനെ താഴോട്ട് വരുന്നൊരു രംഗമാണ്. ഒത്തിരി ഉയരത്തിൽ നിന്നിട്ട് എന്റെ കണ്ണുകളെ ആരാണ്ട് ഇങ്ങനെ വലിച്ച് താഴോട്ട് ഒരുപാട് താഴോട്ട് ചെല്ലുക. ആ താഴോട്ട് ചെന്നിട്ട് എന്നെ അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോവുക. അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോയി കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ഈ പ്രകാശം കുറഞ്ഞു വരുന്നു. ഞാൻ നടക്കുന്ന പ്രകാശം കുറഞ്ഞു വന്നിട്ട് ഒരു ആ അതിർത്തിയിൽ എത്തിക്കഴിഞ്ഞപ്പോ എന്റെ കൂടെ ആരോ നടക്കുന്നുണ്ട്. ആ നടക്കുന്ന ആള് ആ അതിർത്തിയിൽ മറ്റൊരതിർത്തി സൂക്ഷിക്കുന്നവരാണ്. ആ അതിർത്തിയിൽ നിൽക്കുന്ന ആളിനോട് എന്തോ പെർമിഷൻ ചോദിക്കുന്നു.
ഞാൻ ആ പെർമിഷൻ ചോദിച്ചു കഴിയുന്നു. ആ സ്പോട്ടിൽ എന്റെ കൺട്രോളർ അങ്ങോട്ട് എന്നെ അങ്ങോട്ട് അകത്തോട്ട് കയറ്റുക. അകത്തോട്ട് ഞാൻ കയറുന്തോറും ഇരുള് വ്യാപിച്ച് ഭയങ്കര അന്ധകാരം പോലുള്ള ഇരുള് കാണുക. അപ്പോൾ ഞാൻ ആ ഇരുൾ എനിക്ക് ഭയങ്കര ഭയാനകമായി തോന്നി. ആ ഭയാനകമായി തോന്നിയപ്പോൾ ഞാൻ പറയാം, കർത്താവേ എനിക്ക് ഭയമാകുന്നു, എനിക്ക് ഇനി അങ്ങോട്ട് പോകണ്ട, എനിക്കത് കാണണ്ട. അപ്പോൾ എന്റെ കാതുകളിൽ പഴയുന്നു, പാതാളം, മരണനിദ്രാതാഴ്വര. അത് എനിക്ക് അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ശബ്ദം ഞാൻ കേൾക്കുകയാണ്, മടക്കിക്കൊണ്ടുവരിക. അപ്പൊ തിരിച്ച് ഈ ഇരുളിനകത്തോട് ഇങ്ങോട്ട് വന്ന് ഇതിന്റെ പ്രകാശത്തിനകത്തോട് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ആ അതിർവരമ്പ് പോലെ നിൽക്കുന്ന ഇപ്പുറത്തോട്ട് കയറാൻ എന്തോ ഒരു പെർമിഷൻ ആരോ ചോദിച്ചിട്ട് ആ പ്രകാശ വലയത്തിനകത്തോട്ട് കയറി വന്നു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത രംഗം കാണുന്നത് ബൈബിള് പോലെ തുറന്നിരിക്കുന്ന ഒരു പുസ്തകം. ആ ബൈബിളിലെ താളുകൾ മറിയുന്നത് പോലെ മറിഞ്ഞ് എന്ന് എഴുതി കാണിച്ചിട്ട് എന്നോട് ആരോ പറയുന്നു, നീ ഈ അസ്ഥികളോട് പ്രവചിക്കുക. അപ്പോൾ ഞാൻ കൽപ്പിക്കുക, അതാണ് ഈ അസ്ഥികൾ ആരാ? ഒറ്റ നിമിഷം കൊണ്ട് ഞങ്ങളുടെ ചുറ്റുപാടുകൾ ആ ദേശത്ത് പാർക്കുന്ന സർവ വീടുകളെയും എന്നെ ആത്മാവ് കാണിക്കാനിടയായി തീർന്നു. ആ സർവ വീടുകളിലും ഒറ്റ നിമിഷം കൊണ്ടുപോയി. അപ്പോ പിന്നെ അടുത്തത് പിന്നെയും എഹെസ്കേൽ കഴിഞ്ഞിട്ട് പിന്നെയും താളുകൾ ഇങ്ങനെ മറിഞ്ഞു വന്നിട്ട് വെളിപ്പാട് എന്ന് എഴുതി കാണിക്കുന്നു. വെളിപ്പാടെന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിനകത്ത് വന്നിട്ട് അങ്ങനെ നിന്നിട്ട് പറയുന്നു, ജയിക്കുന്നവന് ഞാൻ വെള്ള ഉടുപ്പ് കൊടുക്കും. അത്രയും കേട്ടു ഈ പ്രകാശം എന്നിൽ നിന്ന് മറിഞ്ഞു പോയി. എനിക്ക് കുറെ നേരത്തേക്ക് ഒരു ശകലം ചലിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഒരു നാവെടുക്കാൻ പറ്റുന്നില്ല, ചലിക്കാൻ പറ്റുന്നില്ല. കുറെ സമയം കഴിഞ്ഞിട്ട് ഞാൻ വലിയ വായിലെ ഭയപ്പാടുകൊണ്ട് എന്റെ ഹസ്ബൻഡിനെ ഞാൻ റൂമിൽ കിടന്ന് ഉറങ്ങുന്ന ഹസ്ബൻഡിനെ ഞാൻ വിളിച്ചു, അച്ഛാ എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ട് വരുന്ന സമയം എന്തോ ആയി എന്ന് ചോദിച്ചു. പറഞ്ഞു 2:30 മണിയായി. ഞാൻ പറഞ്ഞു അത്രയായുള്ളൂ. അടുത്ത രാവിലെ സമയത്ത് ഞാൻ 6 മണിയായപ്പോൾ ഞങ്ങളുടെ പാസ്റ്ററെ വിളിച്ചിട്ട് ഞാൻ കണ്ട കാഴ്ചപ്പാടും സഹോദരിമാരെയും കൊണ്ട് ഞാൻ 2 ദിവസം കൊണ്ട് ഞങ്ങൾ താമസിച്ച ചുറ്റുപാടുകൾ മൊത്തം ഞാൻ കയറി അവിടെ എല്ലാം കൊണ്ടുവന്ന് ട്രാക്ട് കൊടുത്തു. അതിന്റെ തലേദിവസം സംഭവിച്ച ഒരു സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ചർച്ചയിലുള്ള ഒരു അമ്മാമ്മ എന്നോട് പറഞ്ഞു, 2 ട്രാക്ട് തരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മാമ ഞാനിതുകൊണ്ട് ആർക്ക് കൊടുക്കാൻ, ഇവിടെയൊക്കെ നമ്മൾ കയറിയതാണല്ലോ, ആർക്ക് കൊടുക്കാനാ? പക്ഷെ പരിശുദ്ധ ആ ദർശനത്തിൽ ആ വീടുകൾ മൊത്തം ഒറ്റ നിമിഷം കൊണ്ട് കാണിക്കാനിടയായിട്ട്. അതുപോലെ തന്നെ സ്തോത്രം, എനിക്ക് എന്തെങ്കിലും അടുത്ത ദിവസങ്ങളിൽ അടുത്ത നിമിഷങ്ങൾ എന്തെങ്കിലും ഭാരങ്ങൾ നേരിടുകയാണെങ്കിൽ, എന്തെങ്കിലും ഭാരം നേരിടാൻ പോവുകയാണെങ്കിൽ, അത് ആത്മാവ് അത് ഞാൻ സ്വപ്നത്തിൽ കിടക്കുമ്പോൾ സ്വപ്നത്തിൽ കൂടെ അടുത്ത ദിവസങ്ങളിലോ അല്ലെങ്കിൽ ചർച്ചയാർക്കെങ്കിലുമോ ദേശത്താർക്കെങ്കിലുമോ എന്തെങ്കിലും അനർത്ഥങ്ങൾ സംഭവിക്കാൻ പോവുകയാണെങ്കിൽ അത് എനിക്ക് തലേ ദിവസമേ സ്വപ്നത്തിലോ പ്രാർത്ഥനയോ ഇരിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ പുതിയ ചർച്ച് പണിയാൻ നേരത്ത് ഞാൻ പയററിഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഞങ്ങളുടെ ചർച്ച് പണിയും ആ പൊസിഷൻ എടുത്തിട്ട് ഞാൻ നോക്കുമ്പോ ആ ബിൽഡിങ്ങിന്റെ മണ്ടേ ഒരുത്തൻ താഴെ പോകുന്നതായിരുന്നു. പരിശുദ്ധ അകത്തളത്തിൽ പറഞ്ഞു, നീ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് ഞാൻ സഹോദരിമാരെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ സഹോദരിമാരെല്ലാം ഒരു ദിവസത്തെ ഫുള്ള് ഉപവാസം എടുത്തോളും, നമ്മളെ ചർച്ച് പണിയുന്ന ആർക്കും അനർത്ഥം സംഭവിക്കാൻ പോകുന്നു. അപ്പൊ പിറ്റേ ദിവസം ചൊവ്വാഴ്ച ഉപവാസമാണ്. ഞങ്ങൾ സഹോദരിമാരെല്ലാം കൂടെ ഉപവാസം എടുത്തിരുന്ന ആ വിഷയത്തിന്റെ പുറത്ത് പ്രാർത്ഥിച്ചു. അതിന്റെ പിറ്റേ ദിവസം ബുധനാഴ്ച ചർച്ച് ബിൽഡിംഗ് പണിയാൻ വന്ന ഒരുവന്റെ കൈ വിട്ടുപോയി. പക്ഷെ അവൻ താഴെ വീഴാതെ ഒരു ഇതില് തൂങ്ങിക്കിടന്നു. അത് പരിശുദ്ധാത്മാവ് നമ്മളെ ഇനി അത് നമ്മളെ ഒരിടത്തിനും പ്രാർത്ഥിക്കണമെന്നില്ല. അകത്തളത്തിൽ നമ്മൾ ജോലി ചെയ്യുമ്പോഴായിരിക്കും, നമ്മൾ അടുക്കള ജോലി ചെയ്യുമ്പോഴായിരിക്കും ആത്മാവ് പ്രാർത്ഥിക്കാൻ വിടങ്ങൾ നടക്കാൻ എപ്പോ പ്രേരണ തന്നാലും ആ സ്പോട്ടിൽ ആ വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം. അത് സമയമോ ദേശമോ ഒന്നുമില്ല. അനർത്ഥം അടുത്ത വീട്ടിൽ സംഭവിക്കാനിരിക്കുന്നത് വരെ പരിശുദ്ധാത്മാവ് കാണിച്ച് ഞാൻ ആ വീട്ടിൽ ചെന്ന് പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം.
എന്റെ തലമുറകൾക്ക് സംഭവിക്കാൻ പോകുന്നത്. ഞാൻ എന്റെ മൂത്ത മോഡറിന്റെ സൗദി അറേബ്യയില് ആയിരിക്കുമ്പോഴുള്ള സമയത്ത് ഞാൻ കണ്ട ഒരു സ്വപ്നം. ഒരു രാത്രിയില് ഞാൻ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. ആചാനുബാഹുവായ ഒരുവൻ വന്നിട്ട് ഒരു നീളമുള്ള മനുഷ്യനെ വലിച്ചുകൊണ്ട് പോവുക, ഒരു ഇടനാഴിയിലൂടെ വലിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ആ മനുഷ്യന്റെ ദേഹമാസകലം മുറിവേറ്റിരിക്കുക. ഞാൻ ചോദിച്ചു, ഈ മനുഷ്യനെ കൊണ്ട് നീ എവിടെ പോവുക? അത് കുഴിച്ചിടാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആ മനുഷ്യന്റെ വലത്തെ കണ്ണിന് അനക്കമുണ്ട്. ഞാൻ ചോദിച്ചു, ഈ ജീവനുള്ള മനുഷ്യനെ നീ കുഴിച്ചിടാൻ പോവുകയാണോ? അപ്പൊ ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കി. ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനാകപ്പാടെ തകർന്നു. സ്വപ്നത്തിൽ പരിശുദ്ധാത്മാവിനെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമെന്ന് പറയുന്ന പോലെ ആത്മാവ് അങ്ങനെ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ പെട്ടെന്ന് ആത്മാവ് പ്രതികരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഈ മനുഷ്യനെ കുഴിച്ചിടാൻ ഞാൻ വിട്ടു തരികയില്ല. ഇങ്ങനെ പറയുന്നു, ഈ മനുഷ്യനെ കുഴിച്ചിടാൻ ഞാൻ വിട്ടു തരികയില്ല എന്ന് പറയുകയും ഈ ആളിനെ വിട്ടിട്ടത് പോകുന്ന പോലെ തോന്നി. അത് കഴിഞ്ഞ് ആ രംഗം ഞാൻ കണ്ടുകൊണ്ട് ഞാൻ ഞങ്ങളുടെ കർത്താസിനെ വിളിച്ചിട്ട് പറഞ്ഞു, കർത്താസിനെ, ഞങ്ങളുടെ വീട്ടിൽ ആരെയുമല്ല ഞാൻ കണ്ടത്, സ്വപ്നത്തിൽ എന്റെ ഹസ്ബൻഡിനെ കണ്ടത്. കർത്താസിനെ ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയെങ്കിലും വെക്കണം. അത് അമ്മാമ്മ, ഞാൻ തലേ ദിവസം വിസിറ്റിങ്ങിന് പോയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. എന്നോട് അച്ഛനൊന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാസ്റ്റേ, ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു, എനിക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചേ പറ്റുള്ളൂ. ഞാൻ പെട്ടെന്ന് മോളെ വിളിച്ചു പറഞ്ഞു, വീട്ടിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. അതിന്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ പപ്പ ടൗണിൽ പോയിട്ട് വരികയാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി താഴോട്ട് ഇറങ്ങിക്കൊണ്ട് വരികയും വണ്ടി മറിഞ്ഞ് തകിടം മറിഞ്ഞ് അയൽവക്കക്കാരെല്ലാം കൂടെ മുട്ടെല്ലാം കൂടെ പൊട്ടി വല്ലാത്ത അവസ്ഥയിൽ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഒരു കുഴപ്പവും പറ്റാതെ ജീവനോട് കർത്താവ് പരിപാലിച്ചു. എന്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന ദൈവത്തോട് ഞാൻ പറയുക, പരിശുദ്ധാത്മാവ് നമുക്ക് അകത്തളത്തിൽ സ്വപ്നങ്ങൾക്കൂടോ ദർശനങ്ങൾക്കൂടോ എന്തെങ്കിലും കാഴ്ചപ്പാട് തന്ന നമുക്ക് വരാനുള്ള അനർത്ഥങ്ങൾ മാറിപ്പോകാൻ കൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ, മുന്നറിയിപ്പുകൾ, പറയത്തിലെ അപകട സൂചന നമുക്ക് മുന്നമേ ദൈവാത്മാവ് തരുന്നത്. സ്തോത്രം. ഈ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടുന്ന അലറുന്ന സിംഹം എന്ന പോലെന്ന അലറുന്ന സിംഹത്തോടാ പറഞ്ഞത്. അലറുന്ന സിംഹം എന്ന പോലെ അത് ദൈവമക്കൾക്ക് നേരെ ഏറെ ഫൈറ്റ് ചെയ്യും. ആമേൻ, സ്തോത്രം. അങ്ങനെ അന്ന് രാത്രി ഹോസ്പിറ്റലിൽ കടന്നുപോയി. പപ്പായി മാത്രമേ ഉള്ളൂ വീട്ടില്. അന്ന് രാത്രി വീട്ടിൽ നടന്ന ദിവസം ആ വീട്ടിലെ എഴുത്തിനകത്ത് നിന്ന് ഒരു 5-6 ആടുണ്ടായിരുന്നു. ആടിലെ ഒന്ന് 2 അലച്ചു, അന്നേരെ അത് ചത്തു. ഒരു വലിയ അനർത്ഥം പല ദൈവദാസന്മാര് ഞാൻ ശുശ്രൂഷ മുഖത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട്. അനർത്ഥങ്ങൾ പലതും മറ്റു രീതിയിൽ മാറിപ്പോകാനിടയായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, സ്തോത്രം, നമ്മളെ ജീവനെ തൊടാൻ ദൈവത്തിന്റെ ആത്മാവ് സമ്മതിക്കത്തില്ല. അങ്ങനെ ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഒന്നും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായി എന്റെ ആങ്ങളുടെ വൈഫിന്, സ്തോത്രം, ക്യാൻസർ ആയിരുന്നു. വെല്ലൂരിൽ നിന്ന് അവളെ തള്ളിക്കളഞ്ഞിട്ട് 2 ആഴ്ച ഇനി ജീവിച്ചിരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് 2 ആഴ്ച കൂടെ ഉള്ളൂ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു ഇങ്ങനെ വെല്ലൂരിൽ നിന്ന് പറഞ്ഞു വിട്ടപ്പോ ഭർത്താവിലെ അച്ഛൻ പറഞ്ഞു, അങ്ങോട്ട് കൊണ്ടുപോയാൽ ആൾക്കാരെല്ലാം കൂടെ കാണാൻ വരുമെന്ന് എന്റെ വീട്ടിൽ എന്നെ കെട്ടിച്ചു വിട്ട വീട്ടിൽ കൊണ്ടുവന്നു. ദൈവമക്കളെ അവിടെ കൊണ്ടുവന്ന് അപ്പോ ആൾക്കാരുടെ എല്ലാം ബഹളം കൊണ്ട് ഞാൻ രാത്രി 9:45 ഇച്ചിരി ഭക്ഷണം കഴിക്കാൻ ഞാൻ അടുക്കളയിൽ പോയി. അപ്പൊ 2 ആൾക്കാർ വരുക. ഇച്ചിരി ഭക്ഷണം കഴിക്കാൻ അടുക്കളയിൽ പോയി. അമ്മാമ്മയെന്നൊരു വിളി കേട്ടു. ഞാൻ വന്ന് നോക്കിയപ്പോ അവളെ കണ്ണിന്റെ കൃഷ്ണമണി പുറകോട്ട് പോയി കൈയും കോച്ചി അനക്കവും ഇല്ല, ആവിയില്ല. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, ദൈവമേ, വെല്ലൂരിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു വിട്ടു, അവളെ ജീവനോട് എന്റെ വീട്ടിൽ കൊണ്ടുവന്നു. ദൈവമേ നല്ല ഞാൻ വിളിച്ചത്. സത്യത്തിൽ എന്താന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ എന്റെ നാവിൽ വന്നത്. ഞാൻ പെട്ടെന്ന് വിളിച്ചത് ഇങ്ങനെ, മീഖായേലെ ഈ അന്ധകാര ശക്തിയെ വെട്ടിമാറ്റ്, ജീവനോട്
എന്റെ സഹോദരിയെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നു. എനിക്ക് ജീവനോട് ഇവളെ അവിടെ വീട്ടിലെത്തിക്കണം. ഈ അന്ധകാര ശക്തിയെ വെട്ടിമാറ്റ്. അങ്ങനെ എന്റെ നാവിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ദൈവമേ എന്നല്ലാതെ ഒരു മിഖായേൽ എന്ന് എന്താ അങ്ങനെ വിളിച്ചെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്റെ നാവിൽ അത് തന്നു. ഒരു കുറെ കഴിഞ്ഞപ്പോ അവളിങ്ങനെ കണ്ണു തുറന്നു. ഞാൻ പിറ്റേ ദിവസം ഇവളോട് ചോദിച്ചു, അവളെ നിനക്ക് എന്തോ ഉണ്ടായ അനുഭവം? പറഞ്ഞു, അമ്മമ്മേ എനിക്ക് എന്റെ കണ്ണ് പുറകോട്ട് പോയി, എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്റെ ശരീരം മൊത്തം കൂടിപ്പോയി. പിന്നെ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ കേൾക്കുന്ന എന്റെ കാതി പിന്നെ ഇങ്ങനെ കേട്ടു, നിന്റെ അമ്മാമ്മ നിന്നെ വിളിക്കുന്നത് കേട്ടില്ലേ, കണ്ണു തുറക്കുക. ഞാൻ സത്യത്തിൽ അവളെ വിളിച്ചില്ല ദൈവം. എന്റെ കർത്താവ് അങ്ങനെ അതാ ഒരു വലിയൊരു അനുഭവം എനിക്ക്, മറക്കാൻ പറ്റാത്തൊരു അനുഭവം. ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സൗദിയിലായിരുന്ന സമയത്ത് വേറൊരു അനുഭവം. എന്റെ അമ്മ, എനിക്ക് ചെറുപ്പം മുതലേ എന്റെ ഓർമ്മയായ സമയത്ത് മുതലേ എന്റെ അമ്മ രോഗിയാ. എന്റെ അമ്മയുടെ ലങ്സ് ഒക്കെ അരിപ്പ പോലെ ബ്രോങ്കൈറ്റിസ് വന്ന് ഓള് വീണ് വല്ലാത്ത അവസ്ഥയിലൂടെ അമ്മയ്ക്ക് തീരെ വയ്യാത്തൊരവസ്ഥയിലാണ് ഞാൻ സത്യത്തില് സൗദി പോകുന്നത്. എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാല് ഞാൻ തിരികെ വന്നിട്ട്, എനിക്ക് കൊച്ചുമോളെ നോക്കാനായിട്ട് ഞാൻ കയറി പോയതാ. തിരികെ വന്നിട്ട് എന്റെ അമ്മയെ എനിക്ക് നോക്കണം. അപ്പോൾ എന്റെ ശരീരത്തിനകത്ത് ഈ ബ്ലീഡിങ്ങിന്റെ അവസ്ഥയും കാര്യങ്ങളും ശരീരക്ഷീണങ്ങളും എല്ലാം ഉണ്ട്. ഒരു ദിവസം ഞാൻ സൗദി വെച്ച് അവിടെ ആ റൂമിനകത്ത് വെളുപ്പിന് 4:30 ആയപ്പോൾ പ്രാർത്ഥിക്കാൻ പ്രേരണ വരുന്നു. ഞാൻ അമ്മയെ ഓർത്ത് ഒരുപാട് അങ്ങ് കരയുക. കൊച്ചുമോളെ ഹോളിൽ ഉറക്കിയിട്ടിട്ട് ഒത്തിരി ഓർക്കി ഭയങ്കരമായിട്ട് ഭാരമായിട്ട് കരയുക. എന്നോട് അന്നേരം നീ വേലി കെട്ടി വെച്ചതുകൊണ്ട്, നീ വേലി കെട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചു, ഞാൻ ആരെ വേലി കെട്ടി വെച്ചു? പെട്ടെന്ന് ഞാൻ കാണുന്നത് എന്റെ അമ്മയാ. അമ്മ ഒരു വല്ലാത്ത അവസ്ഥയെ കിടക്കുന്നവരില്ല. നീ വേലി കെട്ടി വെച്ചേക്കുക, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിന്നെ കൊണ്ട് കഴിയുമോ നിന്റെ അമ്മയെ സംരക്ഷണ ചെയ്യാൻ? ഈ ഒരു ചോദ്യം എന്റെ കാര്യങ്ങൾ. ഞാൻ കർത്താവേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. മരുമോനൊക്കെ എഴുന്നേറ്റ് വന്ന് എന്നെ നോക്കുക. അന്ന് വൈകിട്ട് പിന്നെ കേൾക്കുന്നത്, ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് ആരോഗ്യമില്ല, ദൈവഹിതം എന്തോ, ദൈവത്തിന് എന്താ ഇഷ്ടം അത് നിറവേറട്ടെ. ഞാൻ ദൈവമക്കളോട് ആത്മാവിൽ പറയുക, നമ്മുടെ മക്കളെയോ അമ്മയോ നമ്മളേതിനെങ്കിലും വേലി കെട്ടി ഒരു ദൈവ പൈതല് പ്രാർത്ഥിച്ച അതിന്മേലൊരു സംരക്ഷണം ഉണ്ട് എന്നുള്ളത് വളരെ വാസ്തവമാണ്. സ്തോത്രം. നമ്മൾ പറയത്തില്ലേ, യേശുവിന്റെ രക്തത്താൽ മുദ്ര വെക്കുന്നു, ഞാൻ യേശുവിന്റെ നാമത്തിൽ വേലി കെട്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ തലമുറകളെ ഞാൻ ഇന്നും സ്തോത്രം, എന്റെ മക്കളെ, എന്റെ കൊച്ചുമക്കളെ, അവര് എന്റെ ഭവനം വിട്ട് പുറത്തു എവിടെ പോണെങ്കിലും അവരെന്നെ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് അവര് അടുത്ത നിമിഷങ്ങളിൽ പോകത്തുള്ളൂ. സ്തോത്രം. എന്റെ മോള് ഗൾഫിലായിരുന്ന സമയത്തും അവൾക്കൊരു കുഞ്ഞ് ഉദരത്തിലാകുന്നതും വരെ എന്നെ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളവർ, പ്രാർത്ഥിച്ചിട്ടേ ഡ്യൂട്ടിക്ക് പോകത്തുള്ളൂ. സ്തോത്രം. ഒരു ദിവസം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ, കല്യാണം കഴിഞ്ഞിട്ട് കയറിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ, ഡ്യൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കുഞ്ഞ് വെറുതെ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മക്കളെ എന്റെ അകത്തളത്തില് പറയുക, എമ്മേ അവള് ഉദരത്തിൽ ജന്മം ചെയ്ത കുഞ്ഞിനായി സ്തോത്രം. ഞാൻ ഓർക്കും, എമ്മേ അതിന് പ്രഗ്നൻസി ആണോ? 2 ദിവസം കഴിഞ്ഞപ്പോ റിപ്പോർട്ട് വന്നു, അവള് പ്രഗ്നൻസി ആണെന്നുള്ള പോസിറ്റീവ് ആണെന്നുള്ള റിപ്പോർട്ട് വന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ദൈവക്കളെ വല്ലാത്ത ചതിക്കുഴി. ആരാ സുബോധമുള്ളവർ റോഡിൽ കൂടെ നടക്കുന്നതെന്ന് അറിയത്തില്ല. സ്തോത്രം. ആർക്കാ സുബോധമുള്ളത്? അത് പെണ്ണായാലും ആണായാലും. നമ്മൾ കയറുന്ന വാഹനത്തിൽ ആർക്കാ സുബോധമുള്ളത്? റോഡിൽ ആർക്കാ സുബോധമുള്ളത്? മാർക്കറ്റിൽ പോകുമ്പോൾ ആർക്കാ സുബോധമുള്ളതെന്ന് അറിയത്തില്ല. പക്ഷേ നമ്മൾ ആത്മാവിൽ ഒരു വേലി കെട്ടി പ്രാർത്ഥിച്ചാൽ ഒരു ദുഷ്ടന്റെയും പകയന്റെയും കെണിയിൽപ്പെടാതെ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുമെന്നുള്ളത് വളരെ വാസ്തവമാണ്. ഒരു ചതിക്കുഴികളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോകാതെ ദൈവാത്മാവിന്റെ സംരക്ഷണ വലയം അവർക്ക് ചുറ്റുമുണ്ടാകുമെന്നുള്ളത് വളരെ വാസ്തവമാണ്. ഞാൻ ആത്മാവിൽ എന്റെ സാക്ഷ്യം കേൾക്കുന്ന ദൈവങ്ങളോട് പറയുക, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ രക്തബന്ധങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും മാതാപിതാക്കളെയൊക്കെ നമ്മളെ സംരക്ഷണ വേദി കെട്ടി പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം. നമ്മുടെ മേൽ അതിനാ നമുക്ക് അഭിഷേകം തന്നിരിക്കുന്നത്. കർത്താവിന്റെ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നല്ലോ. സ്തോത്രം. ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കും. സ്തോത്രം. പല അന്ധകാര മണ്ഡലങ്ങളും ഞങ്ങളുടെ ഭവനത്തിന് നേരെ ആഞ്ഞടിച്ചപ്പോൾ, ഞങ്ങളെ തകർത്ത് കളയാൻ പദ്ധതി ഒരുക്കിയപ്പോൾ സ്വർഗമാ ആ അന്ധകാര മണ്ഡലങ്ങളെ അഴിച്ചത്. ആ ദുഷ്ടന്റെ പ്രവൃത്തികളെ
തകർത്തു കളഞ്ഞത് സ്വർഗത്തിലെ അപ്പന. സ്തോത്രം. നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ നമ്മുടെ പ്രാണന് വിരോധമായി ആലോചിക്കുന്ന ദുഷ്ടാത്മസേനകളുണ്ട്. സ്തോത്രം. നമ്മളെ തലമുറകളെ നന്മയെ തെടുത്തു കളയുന്ന പല പ്ലാനും പദ്ധതികളുമുണ്ട്. സ്തോത്രം. ഞാൻ എന്റെ ഇളയ കുഞ്ഞിനെ കൊണ്ടുവന്ന് 1ാം ക്ലാസ്സിൽ എനിക്ക് വയ്യായിരുന്നു എന്ന് പറഞ്ഞല്ലോ. സ്തോത്രം. ഞാൻ കൊണ്ടുവന്ന് 2 പ്രാവശ്യം ഇരുത്തിയപ്പോ ആ 1ാം ക്ലാസ്സിൽ പോയിട്ട് 1ാം ക്ലാസ്സിൽ ഒരു ദിവസം പോലും വിട്ടു പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുമ്പോൾ ഒരു ദൈവദാസൻ എന്റെ ഇളയ കുഞ്ഞിന്റെയും എന്റെയും കൂടെ തലയിലോട്ട് കൈവച്ചിട്ട് പറഞ്ഞു, മോളെ, നീ ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യുന്നത് ഞാൻ കാണുന്നു, പരിശുദ്ധാത്മാവനെ അങ്ങനെ കാണിക്കുന്നു. ദൈവമക്കളെ, 1ാം ക്ലാസ്സിൽ 2ാമത്തെ പ്രാവശ്യം കൊണ്ടിരുത്തിയേക്കുക. എങ്ങനെ ഒരു 1ാം ക്ലാസ് പോലും പൂർത്തീകരിക്കുമെന്ന് ഞാൻ മനസ്സിൽ കണ്ടില്ല. ദൈവമക്കളെ, എന്റെ തലമുറ ഇപ്പൊ മൂത്ത തലമുറ UK അവർ കുടുംബമായിട്ട് അവരവിടെ സെറ്റിൽഡ് ആയിരിക്കുന്നു. എന്റെ ഇളയ തലമുറ ഇന്ന് +1 26 വയസ്സേ ഉള്ളവർക്ക് വിവാഹം കഴിഞ്ഞിട്ടില്ല. അവൾ +1 +2 അധ്യാപികയായിട്ട് ഈ തൊടുപുഴയുടെ പ്രദേശത്ത് അവൾ ജോലി പ്രവേശിച്ചിരിക്കുക. ആമേൻ. അപ്പൊ ചില ശോധനകൾ നമ്മളെ തകർത്തു കളയാനല്ല. ഏതെങ്കിലും കുടുംബം കണ്ണുനീരിലൂടെ, പട്ടിണിയിലൂടെ, കടഭാരത്തിലൂടെ, ഞെരുക്കത്തിലൂടെ, ആമേൻ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ആമേൻ, സ്തോത്രം, വിശ്വാസ ജീവിതം നയിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുക, ആമേൻ, സ്തോത്രം, നമ്മൾ വിശ്വാസത്തിന് വേണ്ടി പോരാടി നിന്നാൽ, ആമേൻ, ആരെല്ലാം നിന്ദിച്ചോട്ടെ, ആമേൻ, സ്തോത്രം, ആരെല്ലാം പരിഹസിച്ചോട്ടെ, ഞാൻ കേൾക്കാത്ത അപവാദമില്ല, ഞാൻ കേൾക്കാത്ത പരിഹാസമില്ല. സ്തോത്രം. ഞാൻ കേൾക്കാത്ത നിന്നയില്ല. സ്തോത്രം. എന്നെ എന്തെല്ലാം പറഞ്ഞു. സ്തോത്രം. ഈ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി തിരിച്ചപ്പോ അങ്ങനെയാണെന്നും ഇങ്ങനെയാണെന്നും, സ്തോത്രം, ഞാൻ പറയുന്നില്ല. സ്തോത്രം. ഇങ്ങേയറ്റം കേസാന്ന് വരെ പറഞ്ഞു. ഞാൻ അതുവരെ കേൾക്കേണ്ടി വന്നു. ആമേൻ, സ്തോത്രം. അതുകൊണ്ടാണ് പെന്തക്കോസ്തിൽ പോകുന്നത്. അതിനേക്കാളും വലിയതൊന്നുമില്ലല്ലോ. സ്തോത്രം. അങ്ങനെ ഞാൻ കേൾക്കാത്ത അപമാനങ്ങളൊന്നുമില്ല. സ്തോത്രം. എന്നാൽ ഇന്നും, ആമേൻ, അനേക തകർന്നിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന പ്രാർത്ഥിപ്പാനും, സ്തോത്രം, പക്ഷപാതം ചെയ്യാനും കർത്താവ് എന്നെ, ആമേൻ, ആയുസ്സും ആരോഗ്യം തന്ന് ഇത്രത്തോളം നിലനിർത്തിയേക്കുക. സ്തോത്രം. ആമേൻ, സ്തോത്രം. ഞങ്ങളെ പഴിച്ചവരും നിന്ദിച്ചവരും ഇന്ന് കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം മാനിച്ചത് കണ്ട് ഇന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ കയറിയിരിക്കുക. ഞങ്ങളെ പഠിച്ച് നിന്ദിച്ചവര്, മുരിക്കുമ്പത്തൽ വെട്ടി അടിക്കണമെന്ന് പറഞ്ഞവര് കൈ കൂപ്പിയിട്ട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുന്നവളല്ലയോ, എനിക്ക് വേണ്ടി, എന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അത്ര നമ്മുടെ ദൈവം. സ്തോത്രം. നമ്മൾ ആരോടും പ്രതികാരം ചെയ്യാൻ പോകരുത്. ഒരു മനുഷ്യനോട് നമ്മള് ഒരു വാക്കുപോലും പറയാൻ പോകല്ലേ. സ്തോത്രം. പ്രതികാരമല്ല കർത്താവിനുള്ളതാ. ഒരു കുടുംബവും ഒരു തലമുറകളും നഷ്ടപ്പെട്ടു പോകണമെന്ന് നമ്മുടെ മനസ്സിൽ പോലും ചിന്തിക്കല്ലേ. ദൈവം നമ്മളെ ഉയർത്തും. ദൈവം നമ്മുടെ തലമുറകളെ മാനിക്കും. ദൈവം നമ്മളെ ശുശ്രൂഷയെ മാനിക്കും. ആരെല്ലാം അപഹാസ്യം പറഞ്ഞാലും, ആരെല്ലാം നിന്ന പറഞ്ഞാലും, സ്തോത്രം, കർത്താവ് നമ്മളെ മാനിക്കും. നമ്മുടെ എല്ലാ സ്ഥിതിക്കും കർത്താവ് ഭേദം വരുത്തും. സ്തോത്രം. ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഈ ദൈവം അത്ഭുത മന്ത്രിയ. അവന്റെ പേര് മാത്രമേ ഉള്ളൂ, അത്ഭുത മന്ത്രി എന്ന. സ്തോത്രം. അവൻ സമാധാന പ്രഭുവ. അവൻ നിത്യനായ ദൈവമാണ്. നമുക്കൊരു നിത്യരാജ്യമുണ്ട്. സ്തോത്രം. അവൻ നമ്മെ ആ നിത്യരാജ്യത്തിൽ ചേർക്കും. സ്തോത്രം. എനിക്ക് ഇപ്രകാരം ഈ അവസരം ഒരുക്കി തന്ന പ്രിയ കർത്താവിന്റെ ദാസിയോടും എന്റെ ഈ വചനത്തെ ശ്രദ്ധിച്ച എല്ലാ ദൈവങ്ങളോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഞാൻ ഒരു വാക്ക് ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ഞങ്ങളെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, അപ്പാ, അടിയന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കർത്താവെ അങ്ങ് നടത്തിയ അത്ഭുത സാക്ഷ്യങ്ങളെ എന്റെ കർത്താവെ ദൈവമക്കളുമായി ഷെയർ ചെയ്യുവാൻ, ഈ കർത്താവെ ജോയ്സ് TV ചാനലിലൂടെ ഷെയർ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിനിക്ക് സാവകാശം തന്ന കൃപയ്ക്കായി നന്ദി പറയുക. എന്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന അനേക തകർന്ന കുടുംബങ്ങളെ കർത്താവ് പണ്ടെടുക്കണമേ. അവരുടെ തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ ശുശ്രൂഷ മണ്ഡലങ്ങളെ കർത്താവ് മാനിച്ചുയർത്തണമേ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവെ ഓരോ പ്രിയപ്പെട്ടവരെ കർത്താവ് അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശൂന്യാവസ്ഥകളെ മാറ്റുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഓരോ കുടുംബങ്ങളെയും ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രതിയാന്റെ ദാസിയെയും കർത്താവെ ശുശ്രൂഷ മണ്ഡലത്തെയും കർത്താവ് മാനിച്ചുയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും സ്വർഗീയ പിതാവിനെ അർപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.